നമ്മൾ ക്രിസ്തീയ സഭ നേരിടുന്ന വെല്ലുവിളികൾ, അതിനുള്ള പരിഹാരങ്ങൾ എന്ന വിഷയമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സംസാരിക്കാൻ പോകുന്ന ആ വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശരിക്കും ക്രിസ്തീയ സഭകൾ നേരിടുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വളരെ ലളിതമായിട്ട് ഒരു വാക്യത്തിൽ പറയാവുന്നേ ഉള്ളൂ. പക്ഷെ അത് ഒരു വിശകലനം ആവശ്യമുള്ള ചില കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മളിത് വിശദമായിട്ട് പരിഗണിക്കാൻ നോക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ സഭ അഭിമുഖീകരിക്കുന്ന ഒരൊറ്റ പ്രോബ്ലം മാത്രമേ ഉള്ളൂ. അതിനൊരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു ഇല്ല എന്നുള്ളതാണ് ഈ സഭ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. സഭയുടെ പ്രോഗ്രാമുകളിലേക്ക് കർത്താവ് വരുന്നില്ല എന്നുള്ളതാണ്. അതായത് സഭയ്ക്ക് കർത്താവ് എന്നൊരു ചിന്തയില്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ക്രിസ്തുവിനോടുള്ള ഒരു ഏകാഗ്ര മനസ്സ് ഈ മണവാട്ടി സഭയ്ക്ക് ഇല്ല എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ കാണുന്ന മണവാട്ടി സഭയ്ക്ക് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അതിനാകെ ഒരു ഒറ്റ രക്ഷപ്പെടാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഈ എല്ലാ പെന്തക്കോസ്തുകാരും രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് അതിനുള്ള ഒരേ ഒരു വഴി. ഇത് വളരെ ലളിതമായിട്ട് ഇത്രയും മാത്രം പറഞ്ഞാൽ മതി, തീർന്നു. പക്ഷെ അതങ്ങനെ എളുപ്പമല്ല. അത് എളുപ്പമല്ലാത്തതിന്റെ കാരണം വളരെയധികം കുഴഞ്ഞൊരവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ ഉപദേശ രൂപങ്ങൾ ഇന്ന് ഓരോ സഭയിലും എത്തപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പല സഭകളിലും വ്യക്തമായ ഉപദേശ രൂപങ്ങളുള്ള സഭകളുണ്ട്. നമുക്കറിയാം, കാത്തലിക് ചർച്ച് മുതൽ ബ്രദറൻ ചർച്ച് വരെ, ബാപ്റ്റിസ്റ്റ് ചർച്ചുകൾ, ഇതിനെല്ലാം വ്യക്തമായ ഒരു ഉപദേശ സംഹിത അവർക്കുണ്ട്. എന്താണ് പറയേണ്ടത്, എന്താണ് വിശ്വസിക്കുന്നതെന്ന്, എന്താണ് ചർച്ചിന്റെ ഉപദേശമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഒരുപക്ഷെ എല്ലാ വിശ്വാസികൾക്കും, കത്തോലിക്ക സഭയിലുള്ള എല്ലാ വിശ്വാസികളും അത് അറിഞ്ഞിരിക്കണമെന്നില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അവരുടെ അച്ഛന്മാർക്കെങ്കിലും എല്ലാവർക്കും അറിയാം ഇതെന്താണ് ഈ സഭ പൊതുവെ വിശ്വസിക്കുന്നത് എന്നുള്ള കാര്യം. ബ്രദറൻ ചർച്ചിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ വിശ്വാസികൾക്കും അറിയാം എന്താണ് അവരുടെ സഭയുടെ വിശ്വാസം എന്ന്. പക്ഷേ പെന്തക്കോസ്ത് സഭയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമോ എന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആരെങ്കിലും എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? സുവിശേഷം പറയാൻ പോകുമ്പം ഈ പറയാൻ പോകുന്നവർ രക്ഷിക്കപ്പെട്ടതാണോ, അവർ ക്രിസ്തുവിനെ അറിഞ്ഞതാണോ എന്നൊന്നും അറിയാൻ വയ്യ. ഒന്നും അറിയാൻ വയ്യ. നമ്മൾ സഭയായിട്ട് കൂടുന്നുണ്ട്, പല സ്ഥലത്തും കൂട്ടായ്മകളുണ്ട്, ആരാധിക്കുന്നുണ്ട്, അന്യഭാഷ പറയുന്നുണ്ട്. പക്ഷെ ഇവരിൽ എത്ര പേര് രക്ഷിക്കപ്പെട്ടതെന്ന് നമുക്ക് അതിന് അറിയാൻ വയ്യ. അത് തന്നെയുമല്ല, പെന്തക്കോസ്റ്റൽ ചർച്ച് എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് തന്നെ വളരെ രസകരമായിട്ടാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുവാണ് നാളെ ഒരു സഭ തുടങ്ങിയേക്കാം. ഞാനൊരു ബൈബിളുമായിട്ട് നല്ലൊരു വാചടിക്കാൻ അറിയാവുന്ന ആളാണെങ്കിൽ എൻ്റെ ഒരു 5-6 പേരെ കിട്ടും. പുതിയൊരു സഭ ഉണ്ടായി കഴിഞ്ഞു. ഇപ്പൊ എനിക്ക് ഉപദേശം അറിയാമോന്നൊന്നും എനിക്ക് തന്നെ അറിയത്തില്ല, എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്കും അറിയത്തില്ല. ഇയാൾ വല്ലതും പഠിച്ചതാണോ, ഇയാൾ വല്ലതും പറയുന്ന സത്യമാണോ, ഇത് ബൈബിളിലുള്ള കാര്യങ്ങൾ തന്നെയാണോ, ഒന്നും അറിയത്തില്ല. ഒരു പുതിയ പാസ്റ്ററെ കിട്ടി, സ്തോത്രം ഹല്ലേലൂയ, ഇവരുടെ പ്രസംഗം കൊള്ളാം, സൗണ്ട് കൊള്ളാം, പ്രാർത്ഥന കൊള്ളാം, പാട്ട് കൊള്ളാം, എല്ലാം കൊള്ളാം, നല്ലപോലെ മൂപ്പിക്കുന്നുണ്ട്, ആരാധനയുടെ സമയത്ത് നല്ലപോലെ കൺട്രോൾ കളയിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആൾ ആത്മീകനായിരിക്കും. ഇത്രയും മതി, നല്ല ആരാധനയാ ബ്രദറെ. അപ്പൊ ഈ മനുഷ്യർക്ക് എന്തെങ്കിലും അറിയാമോ? ഇവര് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇവര് ഏതെങ്കിലും ഒരു ട്രെയിനിങ്ങിന് പോയിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ബൈബിൾ കോളേജ് ട്രെയിനിങ്ങിനോട് വലിയ യോജിപ്പുള്ള ആളൊന്നും അല്ല ഞാൻ. പക്ഷെ അറ്റ്ലീസ്റ്റ് അതെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും നമുക്കറിയില്ല. അപ്പൊ പെന്തക്കോസ്റ്റൽ ചർച്ച് എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കൂട്ടത്തെ കൂട്ടിയെങ്കിലും അതിൽ വലിയൊരു പങ്കിനെയും ഡിസൈപ്പിൾ ചെയ്യാനോ വചനം പഠിപ്പിക്കാനോ ഉപദേശ രൂപങ്ങളെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനോ കഴിഞ്ഞില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം സഭകൾ നടത്തുന്നവർ തന്നെ അക്കാര്യത്തിന് എക്വിപ്ഡ് ആയിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പെന്തക്കോസ്റ്റൽ ചർച്ചിലെ വിശ്വാസികൾക്ക് എന്താണ് നമ്മുടെ ഉപദേശമെന്ന് വ്യക്തമായിട്ട് അറിയത്തില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഏതെങ്കിലും ഒരു ചെറിയ ഉപദേശ പ്രശ്നം ഉണ്ടായാൽ തന്നെ നമ്മുടെ വിശുദ്ധീകരണത്തെ അത് ഗുരുതരമായി ബാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഉപദേശ രൂപം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരിടത്ത് ഒരു ചെറിയ പാളിച്ച വന്നു കഴിഞ്ഞാൽ, ഒരു തോട്ട് പ്രോസസ് മാറിക്കഴിഞ്ഞാൽ, ഒരു ആശയത്തിന്റെ കമ്മ്യൂണിക്കേഷൻ മാറിക്കഴിഞ്ഞാൽ ദ ഹോൾ ഇക്വേഷൻ വിൽ ചേഞ്ച്. അതായത് നമ്മുടെ മുഴുവൻ കാഴ്ചപ്പാടും മാറിപ്പോകും. ഉദാഹരണത്തിന്, ഒരു പെന്തക്കോസ്തുകാരനോട് നമ്മൾ ചോദിക്കാം, നമ്മൾ തന്നെയാണല്ലോ ഈ പെന്തക്കോസ്തുകാർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് തന്നെ ചോദിക്കാം, ഓക്കെ, രക്ഷിക്കപ്പെടുന്നത് വിശ്വാസത്താൽ മാത്രമാണോ അതോ വിശ്വാസത്തിന്റെ കൂടെ പ്രവൃത്തികൾ കൂടെ ആവശ്യമാണോ? ഒരു ഉപദേശപരമായ ചോദ്യമാണ്. എനിക്കറിയാം 95% പെന്തക്കോസ്തുകാരും പറയും വിശ്വാസം മാത്രം പോരാ, അതിന്റെ കൂടെ പ്രവൃത്തികളൂടെ ഉണ്ടെങ്കിലേ സ്വർഗത്തിൽ പോകുള്ളൂ. ഇത് ശരിയായൊരു ഉപദേശമാണെന്നാണ് വലിയൊരു പങ്ക് വിശ്വാസികളും വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ ഒരാൾ വന്ന് പറയുകയാണ്, ഓക്കെ, വിശ്വാസം മാത്രമാണ് രക്ഷയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ളത് എന്ന് പറയുകയാണെങ്കിൽ അവർ പറയും ഇത് ബ്രദറൻ ഉപദേശമാണ്, പെന്തക്കോസ്തുകാരുടെ ഉപദേശമല്ല. നിങ്ങൾക്കറിയാമോ പെന്തക്കോസ്തുകാരുടെ ഉപദേശം എന്താണ്, ബ്രദറുകാരുടെ ഉപദേശം എന്താണ്? അപ്പോൾ വിശ്വാസം മാത്രം എന്ന് പറഞ്ഞാൽ ആളുകൾ സമ്മതിക്കില്ല. അപ്പൊ ശരിക്കും
നമ്മൾ ചരിത്രത്തിലേക്ക്, സഭാ ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഈ ഡോക്ട്രിനൽ ഫോർമേഷൻ, അതായത് ഉപദേശ രൂപങ്ങളുടെ ആവിർഭാവം, ഉപദേശ രൂപങ്ങൾ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാലക്രമത്തിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്യപ്പെട്ടതാണ്. എല്ലാം ബൈബിൾ ബേസ്ഡ് ആണ്, പക്ഷെ കാലക്രമത്തിൽ അറേഞ്ച് ചെയ്യപ്പെട്ടതാണ്. വിശ്വാസം മാത്രം പോരാ, വിശ്വാസത്തിലൂടെ പ്രവൃത്തി കൂടെ വേണം രക്ഷപ്പെടുവാൻ എന്ന് വിശ്വസിക്കുന്ന സഭ കത്തോലിക്ക സഭയാണ്. കത്തോലിക്ക സഭയെ വിശ്വസിക്കുന്നത് നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തികൾ കൂടെ വേണം. ഓരോ ദിവസം പ്രവർത്തിച്ച് നന്മ ചെയ്ത് രക്ഷ നമ്മൾ നേടിയെടുക്കുകയാണ്. സ്വർഗത്തിൽ പോകുക എന്ന് പറയുന്നത് നമ്മൾ സൽപ്രവൃത്തികളാൽ നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ് എന്ന് റോമൻ കത്തോലിക്ക സഭ വിശ്വസിക്കുന്നു. പക്ഷെ ഇന്ന് പെന്തക്കോസ്റ്റിലും വലിയൊരു വിഭാഗവും വിശ്വസിക്കുന്ന അങ്ങനെയാണ്. വിശ്വസിക്കുക, പിന്നെ സൽപ്രവൃത്തികൾ ചെയ്ത് സ്വർഗത്തിൽ എത്തുക. ഇതാണ് ഇന്ന് പെന്തക്കോസ് സഭയിൽ കാണുന്ന ഏറ്റവും വലിയ ദുരുപദേശം. ഈ ദുരുപദേശത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഉറപ്പില്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ പ്രവൃത്തി വെച്ച് നോക്കി കഴിയുമ്പോൾ എത്തിയോന്ന് സംശയമാണ്. ആർക്കും ഒരു ഉറപ്പുമില്ല. ഏത് പ്രവൃത്തി ചെയ്ത് കഴിയുമ്പോഴാണ് ഓക്കെ യു ആർ പാസ്റ്റ്, നിന്നെ സ്വർഗത്തിൽ എടുത്തേക്കാമെന്ന് കർത്താവ് പറയുന്നതെന്ന് അറിയാൻ വയ്യ. ഓക്കെ, ഇന്നലെ വരെ നീ ശരിയല്ലായിരുന്നു, ഇന്ന് നീ ഇത് ചെയ്തോണ്ട് ഓക്കെ ആയി, നിന്നെ ഞാൻ സ്വർഗത്തിൽ എടുത്തിരിക്കുന്നു. ഓക്കെ, അങ്ങനെ പറയുന്ന ഏത് പോയിന്റിൽ വെച്ചാണ് നമ്മൾ തള്ളപ്പെട്ടോ എടുക്കപ്പെട്ടോ ഒന്നും അറിയാൻ വയ്യ. അപ്പൊ ഈ ഒരു ദുരുപദേശം വന്നതോടുകൂടി ഞാൻ രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം ഈ പ്രവൃത്തികൾ എന്ന് പറയുന്നത് വളരെ വളരെ വേഗാണ്. അത് ക്ലിയർ ആയിട്ട് നമുക്ക് നിർവചിക്കാൻ പറ്റില്ല. ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാം എന്ന് പറയാനുള്ള കാര്യങ്ങളൊന്നും ബൈബിളിൽ ഇല്ല. അപ്പൊ പിന്നെ എന്ത് പ്രവൃത്തികൾ ചെയ്താലാണ് ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പോകുന്നത്? അപ്പൊ വിശ്വാസം പ്ലസ് പ്രവൃത്തികൾ, അല്ലെങ്കിൽ വിശ്വാസം പ്ലസ് അനുസരണം എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും ഉണ്ടാകുന്ന പ്രോബ്ലം, വിശ്വാസത്തോടു കൂടി എന്തനുസരണമാണ് കൂട്ടേണ്ടത്? കുറച്ച് മര്യാദക്കാരനായാൽ മതിയോ? കള്ളുകുടി നിർത്തിയാൽ മതിയോ? കള്ളു കുടിച്ചാൽ എന്ത് ചെയ്യും? നരകത്തിൽ പോകും. കള്ളു കുടിക്കാതിരുന്നാലോ സ്വർഗത്തിൽ പോവോ? ഇല്ല. അപ്പോൾ എന്തു പ്രവൃത്തിയാണ് ഞാൻ ചെയ്യേണ്ടത്? ബൈബിളിലെ നോക്കി കഴിഞ്ഞാൽ അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന നീതി പ്രവൃത്തികൾ കണ്ടാൽ തന്നെ നമ്മൾ പേടിച്ചു ആ വഴിക്ക് നമ്മൾ പോവുകയില്ല. ഒരു വകയും അനുസരിക്കാൻ നമുക്ക് കഴിയത്തില്ല. അപ്പം വിശ്വാസം പ്ലസ് പ്രവൃത്തികൾ എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മുടെ പ്രത്യാശ എടുത്തു മാറ്റപ്പെടും. ഏത് സഭയിൽ ചെന്ന് ചോദിച്ചാലും ഇന്ന് മരിച്ചാൽ സ്വർഗത്തിൽ പോകുമോ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ 95% ആൾക്കാർ അവിടെ ഇരുന്ന് പറയും ഞങ്ങൾക്കറിയാൻ മേല, ഉറപ്പില്ല. ചിലയിടത്തൊക്കെ 100%, അതായത് പാസ്റ്റർ നല്ല വിശുദ്ധി പ്രസംഗത്തിന്റെ ആളാണെങ്കിൽ, നല്ല വിശുദ്ധി പ്രസംഗത്തിന്റെയും ചീത്ത പറഞ്ഞ് പ്രസംഗിക്കുന്ന പാസ്റ്റർമാരുണ്ടല്ലോ, നീ എന്താടാ അങ്ങനെ, നീ എന്താടാ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ച് പ്രസംഗിക്കുന്ന പാസ്റ്റർമാരുടെ സഭയാണെങ്കിൽ 100% നരകത്തിൽ പോകുമെന്ന് പറഞ്ഞായിരിക്കും ഇരിക്കുന്നത്. കാരണം അവരിവരെ വല്ലാതെ പാപബോധം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് പരിഹാരം പറഞ്ഞു കൊടുത്തിട്ടുമില്ല. അതിങ്ങനെ ദിവസം തോറും ഞാൻ നിന്നേക്കാൾ ഭേദമാണ്, നീ എന്നെ പോലെ ആകുക എന്ന് പറഞ്ഞ് ഈ വിശ്വാസികൾ മുഴുവൻ കൺഫ്യൂസ്ഡ് ആണ്. അവർ രക്ഷപ്പെട്ടതാണോ, രക്ഷപ്പെടുമോ, ഈ പാസ്റ്ററെ പോലെയെങ്കിലും ആയാൽ സ്വർഗത്തിൽ പോകാമായിരുന്നു എന്ന് പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന വലിയൊരു പങ്ക്. അപ്പം ഈ വിശുദ്ധി പ്രസംഗം കൂടിക്കൂടി വരും തോറും മാനുഷിക വിശുദ്ധി, അതായത് നമ്മുടെ കർമ്മങ്ങളാലും പ്രവൃത്തികളാലും വരുന്ന വിശുദ്ധി, ഈ വിശുദ്ധിയെ കുറിച്ചുള്ള പ്രസംഗം കൂടിക്കൂടി വരുന്തോറും നമ്മുടെ മുമ്പിലിരിക്കുന്ന ആളുകളുടെ വിശ്വാസം കുറഞ്ഞു വരും, പ്രത്യാശ കുറഞ്ഞു വരും. കാരണം അവർക്ക് അവരിൽ തന്നെയുള്ള കോൺഫിഡൻസ് ഇല്ലാതെ പോകും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്റ്റേജിൽ ഇരുന്ന് വിശുദ്ധി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശുദ്ധരായില്ലെങ്കിൽ നരകത്തിൽ പോകുന്നു പറയുന്ന വലിയൊരു പങ്ക് ആൾക്കാർ അഭിനയിക്കുകയാണ് എന്നുള്ള സത്യം ഞാൻ നിങ്ങളോട് തുറന്നു പറയട്ടെ. കാരണം കണ്ണാടിയുടെ മുമ്പിൽ ഒരിക്കൽ നിന്നിട്ട് കർത്താവെ ഞാൻ എങ്ങനെയുണ്ടെന്ന് ഒരുത്തൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നരകത്തിൽ പോകാനല്ലാതെ യാതൊന്നിനും യോഗ്യത എനിക്കില്ലാന്ന് ആ ആൾക്ക് മനസ്സിലാവും, അയാളുടെ ഉള്ളിൽ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ. അതായത് നിങ്ങൾ സത്യസന്ധമായി ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയിരുന്നിട്ട് നിങ്ങളുടെ മുഖം തന്നെ നോക്കിയിട്ട് എന്നെ തന്നെ വിളിച്ചിട്ട് ചെയ്സേ നീ സ്വർഗത്തിൽ പോകുവോടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ പ്രവൃത്തികൾ വെച്ചാണ് ഞാൻ നോക്കുന്നതെങ്കിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട് ദൈവത്തിന് എന്നെ എങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഐ ആം ആൻ ഇംപെർഫെക്റ്റ് ബീയിങ്, എനിക്ക് യാതൊരു നന്മയും ഇല്ല എന്ന് എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലാവും. ശരിയാണോ? ആ കാഴ്ച കണ്ടില്ലെങ്കിൽ നമ്മൾ ചെയ്ത ഏതെങ്കിലും സൽപ്രവൃത്തി വെച്ച് ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ അങ്ങനെ ഒരു നിസ്സഹായാവസ്ഥയിലേക്ക് നമ്മൾ പോകാത്തത് കൊണ്ട്, നമ്മൾ കണ്ണാടിയിൽ നോക്കാത്തത് കൊണ്ട്, നമ്മൾ നമ്മുടെ തെറ്റുകൾ കാണാത്തത് കൊണ്ട്, നമ്മൾ ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിച്ച് അവരിൽ ഒരു വിശുദ്ധി ഉണ്ടാക്കാൻ ശ്രമിച്ച് അവരെല്ലാം വിധിച്ച് അവരെല്ലാം നരകത്തിൽ പോകുമെന്ന് പറഞ്ഞ് എല്ലാവരുടെയും പ്രത്യാശ എടുത്തു കളഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ 2 തരം പ്രീച്ചേഴ്സാണ് പെന്തക്കോസ്തിലുള്ളത്. ഒന്ന്, മാനുഷിക വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കുന്നവരാണ്. ക്രിസ്തുവിന്റെ ആത്മാവിന്റെ വിശുദ്ധീകരണത്താൽ വരുന്ന വിശുദ്ധിയല്ല, മാനുഷികമായ വിശുദ്ധി. അതായത് വസ്ത്രധാരണത്തിലൂടെയും നടപ്പിലൂടെയും ഭാവങ്ങളിലൂടെയും ചില കാര്യങ്ങളുടെ അനുസരണത്തിലൂടെ ഉണ്ടാക്കിയെടുത്തു എന്ന് അവർ അവകാശപ്പെടുന്ന വിശുദ്ധിയുടെ പ്രസംഗം ഒരു സൈഡിലും, മറു സൈഡില്
എന്താ പറയുന്നത്, നിങ്ങൾക്ക് ഈ ലോകത്തിന്റെ മോഹങ്ങൾ കൊടുക്കുന്ന ഒരു കച്ചവടം മറു സൈഡിൽ നടക്കുന്നത് കൊണ്ട് രണ്ട് കൂട്ടരും ചെയ്യുന്നത് ഈ പ്രത്യാശ എടുത്ത് കളയുക എന്നുള്ളതാണ്, വിശ്വാസം എടുത്ത് കളയുക എന്നുള്ളത്. അതുകൊണ്ട് ലോകത്തിൽ ഇന്ന് പെന്തക്കോസിൽ പോകുന്ന വലിയൊരു പങ്ക് ആളുകളും സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളവരല്ല. അവർക്ക് രക്ഷാനിർണയമില്ല. നമ്മൾ പണ്ട് കാലത്തൊക്കെ ട്രാക്റ്റുമായിട്ട് പോകുമ്പം ആളുകൾക്ക് കൊടുത്തിട്ടിരുന്ന ട്രാക്റ്റിന്റെ ടൈറ്റിൽ ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെയായിരിക്കും എന്നാണ് ടൈറ്റിൽ. ഞാൻ ഒരു ദിവസം IPC ഒരു കൺവെൻഷൻ കഴിഞ്ഞ 2-3 മാസം മുമ്പ് നടക്കുമ്പോൾ ഞാനൊരു ഒരു ചർച്ചിലെ കൺവെൻഷന് പോയപ്പം അവിടെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഒരു കുറെ ട്രാക്റ്റുമായിട്ട് വേണം ഇനി ചർച്ചിൽ പോകാൻ. ചർച്ചിൽ പോയിട്ട് അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കണം, ഇന്ന് നീ മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടെയായിരിക്കും? അപ്പം പറയാം, അറിയാൻ മേല. ട്രാക്റ്റ് കൊടുക്കുന്നു. ട്രാക്റ്റ് കൊടുത്തിട്ട് പറയണം, നീ ഇത് വായിക്കുക, നീ കർത്താവിൽ വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടും. അടുത്ത ആളോട് ചോദിക്കണം. അങ്ങനെ മാറി മാറി സീറ്റിൽ പോയിരിക്കണം. മാറി മാറി സീറ്റിൽ പോയിരുന്ന് അവരോട് ചോദിക്കണം, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? പറയാ, അറിയത്തില്ല. പണ്ടുകാലത്ത് 1985 അടിച്ചു വെച്ച ട്രാക്റ്റ് എടുത്ത് കൊടുക്കണം, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? ഒരു ഉറപ്പുണ്ടാകാൻ വേണ്ടി. ഓരോ പെന്തക്കോസുകാരനും ഇന്ന് നിത്യതയുടെ ഉറപ്പ്, രക്ഷയുടെ ഉറപ്പ് പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. ഓരോ പെന്തക്കോസുകാരനുമല്ല, ഓരോ വീണ്ടും ജനിച്ചവനും. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഇപ്പൊ ഒരു 100 പേര് ഇവിടെ നിന്ന് രക്ഷിക്കപ്പെട്ടെന്ന് വിചാരിച്ചോ. ഇത് സ്ഥലത്തിന്റെ കളത്തിപ്പടിയിൽ നിന്ന് 100 പേര് രക്ഷിക്കപ്പെട്ടു ഇതായിട്ട് വിശ്വസിക്കുന്നു. സ്വർഗത്തിൽ അവസാനം 10 പേരെ പോയുള്ളൂ എന്ന് വിചാരിച്ചോ. വിചാരിച്ചോ, എല്ലാവരും വിചാരിച്ചോ. ബാക്കി 90 പേര് ഇടയ്ക്ക് ഉഴപ്പിപ്പോയി. മീശ വെച്ചു, അല്ലെങ്കിൽ വെള്ളവസ്ത്രം ധരിച്ചില്ല, അല്ലെങ്കിൽ ആഭരണം ഇട്ടു, എല്ലാം നരകത്തിൽ പോയി. ഈ 10 പേര് മാത്രമേ സ്വർഗത്തിൽ പോയുള്ളൂ. പക്ഷെ ദൈവത്തിന് നേരത്തെ തന്നെ അറിയത്തില്ല ഈ 10 പേരെ ഉള്ളൂ എന്നുള്ള കാര്യം. അറിയാമോ ഇല്ലയോ? അറിയാലോ, ഒന്നും ചെയ്യണ്ട, ദൈവം ചുമ്മാ ഇരുന്നാൽ മതി. പക്ഷെ ഈ 10 പേരെ അവിടെ ഉള്ളൂ എന്നുള്ള കാര്യം അറിയാമല്ലോ ദൈവത്തിന്. അറിയത്തില്ല? ഉറപ്പായിട്ടും അറിയാം. ആ 10 പേരല്ലേ നിത്യതയിലുള്ളൂ. ഈ നിത്യത എന്ന് പറയുന്ന ടൈം ഇല്ലാത്ത ഒരവസ്ഥയാണ്. നിത്യത എന്ന് പറയുന്നത് ഇന്നും നാളെ കഴിഞ്ഞ് മാറ്റമൊന്നുമില്ല. അപ്പൊ ദൈവം നോക്കുന്നത് AD 2023 ദൈവം നോക്കുന്നത് നിത്യതയിലേക്കാ. അതാണ് അദൃശ്യ സഭ എന്ന് പറയുന്നത്. ഈ അദൃശ്യ സഭ എന്ന് പറയുന്ന ദൈവത്തിന്റെ ഇൻവിസിബിൾ ചർച്ച് എന്ന് പറയുന്നത് നിത്യതയിൽ ദൈവം ആരെയെല്ലാം കണ്ടിട്ടുണ്ടോ അവർ മാത്രമുള്ള ഒരു സംഘമാണ്. അതായത് 10 വർഷം വിശ്വാസിയാന്ന് പറഞ്ഞു നടക്കുന്ന ആളോടുള്ളതല്ല ഈ പ്രസംഗം. നമ്മൾ ഈ സമയത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ഇന്ന് അവൻ ഭയങ്കര വിശ്വാസിയാ ബ്രദറെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം നോക്കുമ്പോൾ അവൻ ഓൾറെഡി അറിയാം ദൈവത്തിന് ഇവൻ എവിടം വരെ എത്തിയെന്നും ഓടിയെന്നും അവൻ നിത്യതയിലുള്ള ആളാണോന്നും വേഷം കെട്ടാണോ എന്നും അവൻ തൽക്കാലമായിട്ട് അപ്പം തിന്നാൻ വേണ്ടി പുറകെ വന്നതാണോ എന്നും ക്രൂശിൽ അവൻ കാണുമോ എന്നും ക്രൂശിന്റെ സമയമാകുമ്പോഴേക്ക് ഓടിപ്പോകുന്നവനാണോ എന്നും എല്ലാം ദൈവത്തിന് അറിയാം. അപ്പൊ ശരിക്കും ആ പ്രത്യാശ ഉണ്ടാകേണ്ട കൂട്ടം എന്ന് പറയുന്നത്, പ്രത്യാശിക്കുന്ന കൂട്ടം എന്ന് പറയുന്നത് കർത്താവിന് വേണ്ടി അന്ത്യം വരെയും നിൽക്കുന്നവരാണ്. അവരാണ് പ്രത്യാശയുള്ളവർ, അവരാണ് വീണ്ടും ജനിച്ചവർ, അവരാണ് ദൈവത്തിന്റെ ജനം. അവർക്ക് വേണ്ടിയാണ് കർത്താവ് മരിച്ചത്, അവരെയാണ് കർത്താവ് വിശുദ്ധീകരിച്ചത്. തന്റെ ജനം, തന്റെ ശബ്ദം കേൾക്കുന്ന തന്റെ ആടുകൾ, നിത്യജീവൻ ലഭിച്ചവർ, നിത്യജീവനിലേക്ക് പ്രവേശിച്ചവർ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബ്രദറുകാർ വിശ്വസിക്കുന്ന പോലെ 100 കൈ പൊക്കിയവർ സ്വർഗത്തിൽ പോകുന്നുള്ളതല്ല. പെന്തക്കോസ്തുകാർ വിശ്വസിക്കുന്ന പോലെ എത്ര ഉരുണ്ടാലും പറയാൻ പറ്റില്ല ബ്രദറെ എന്ന് പറയുന്നതും അല്ല വിശ്വാസം. നിത്യതയിൽ ആരെല്ലാം ഉണ്ടെന്ന് ദൈവത്തിന് മാത്രം അറിയുള്ളൂ. ആ ദൈവത്തിന്റെ ആ ലിസ്റ്റിൽ, ദൈവത്തിന്റെ ആ തെരഞ്ഞെടുപ്പിൽ, ദൈവത്തിന്റെ ആ കാഴ്ചയിൽ ഉള്ളവരാണ് ദൈവത്തിന്റെ ജനം, കർത്താവിന്റെ മണവാട്ടി. അവൻ തന്റെ ആടുകളെ അറിയുന്നു, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. ആടുകളെ അറിയാത്ത ഒരു യജമാനനല്ല നമുക്കുള്ളത്. ആടുകളെ അറിയാത്ത ഇടയനല്ല, ഓരോ ആടിനെയും പേര് ചൊല്ലി അറിയാവുന്ന, നിത്യതയിൽ ആരെല്ലാം ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ഒരു ഇടയനാണ് നമുക്കുള്ളത്. അപ്പം നമ്മൾ കർത്താവിന്റെ ആടാണെന്ന് നമ്മുടെ ഉള്ളിൽ ബോധ്യം ഉണ്ടായാൽ നമുക്കൊരു ഉറപ്പുണ്ട്, ഞാൻ അവിടെ കാണും. കാരണം എന്നെ അന്ത്യം വരെ നടത്താൻ കഴിവുള്ള ഒരാളുടെ കയ്യിലേക്കാണ് ഞാൻ എൻ്റെ വിശ്വാസത്തെ പരമേൽപ്പിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ വിശ്വാസം എന്ന് പറയുന്ന കർത്താവ് നമ്മളെ നടത്തുന്നുള്ളതാണ്. അപ്പൊ ഒരാൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോഴേക്ക് അവൻ ചെയ്യുന്നത്, അവന്റെ ശക്തിയിൽ നിന്നുള്ള അവന്റെ ആശ്രയം പോയിട്ട് അത് ക്രിസ്തുവിന്റെ രക്ഷിക്കാനുള്ള കഴിവിലേക്ക് അവന്റെ വിശ്വാസത്തെ വെക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നന്നാവുന്നുള്ളതല്ല എൻ്റെ വിശ്വാസം, ഞാൻ ഒരിക്കലും നന്നാവില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എന്നെ പുതിയ സൃഷ്ടിയാക്കി മാറ്റാൻ, ക്രിസ്തുവിനെ പോലെ ആക്കി മാറ്റാൻ, ക്രിസ്തുവിന്റെ പ്രകൃതമുള്ള ആളാക്കി മാറ്റാൻ കഴിവുള്ള ഒരു രക്ഷകനാണ് എന്നെ പേര് ചൊല്ലി വിളിക്കുകയും എനിക്ക് വേണ്ടി മരിക്കുകയും ചെയ്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ഒരു ഉറപ്പാണ് ഓരോ വിശ്വാസിയുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. നമ്മൾ ഉറപ്പില്ലാത്ത ഒരു ഓട്ടം ഓടുകയല്ല, ഇതിന്റെ അന്ത്യത്തിൽ ഓടി നോക്കാമെന്നും പറഞ്ഞു ഓടുകയല്ല.
നമുക്ക് ഉറപ്പായ വാഗ്ദത്തങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഓരോ വിശ്വാസിക്ക് ഓടാൻ സാധിക്കുള്ളൂ. നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത ഒരു ഓട്ടം നിങ്ങൾ ഓടും, ഒരിക്കലും ഓടില്ല, ആരും ഓടില്ല. ഇപ്പൊ ഉദാഹരണത്തിന് അമേരിക്കയിലോട്ട് പോകാന്ന് നിങ്ങൾ വിചാരിച്ചോ? പോകണ്ട, എക്സാമ്പിളാ. പോകാന്ന് വിചാരിച്ചോ? പോകുകയെന്ന് ഉറപ്പുണ്ടെങ്കിലല്ലേ നിങ്ങളുടെ ഒന്ന് ബാഗും എടുത്തോണ്ട് എയർപോർട്ടിലോട്ട് പോകുള്ളൂ. പോകുമോ ഇല്ലയോ, കടന്നു പോകുന്ന ഒരു ഉറപ്പും ഇല്ല എങ്കിൽ, വിസ പോലും കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ പോവുമോ? പോവില്ല. പോകണമെങ്കിൽ ഇവിടെ ഉള്ളതെല്ലാം അവസാനിപ്പിച്ച് ഞാൻ പോവാന്ന് പറയണമെങ്കിൽ, ഇവിടുത്തെ ജോലി രാജിവെക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ കിട്ടുമെന്ന് ഉറപ്പ് വേണം. അപ്പൊ അവിടെ കിട്ടുമെന്ന് ഉറപ്പില്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ ജോലി ചെയ്യുള്ളൂ. കാരണം അത് അങ്ങനെയാണ്. നമുക്കിത് വിടാനുള്ള ധൈര്യമില്ലാത്തതിന്റെ കാരണം, ലോകം വേണ്ട എന്ന് പറയാനുള്ള ധൈര്യമില്ലാത്തതിന്റെ കാരണം, നമ്മുടെ മുമ്പിൽ പ്രത്യാശ ഇല്ല, ഉറപ്പില്ല, നമ്മൾ അവിടെ ചെല്ലുമെന്ന് അറിയത്തില്ല. നമുക്ക് ആകെ ഉള്ളത് ഈ ജോലിയാണ്. അപ്പോൾ പ്രത്യാശ എത്ര അത്യാവശ്യമാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഇന്ധനം എന്ന് പറയുന്നത്, അതിന് നമുക്ക് ആനന്ദം തരുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഈ പ്രത്യാശയാണ്. ആ പ്രത്യാശയാണ് നമ്മുടെ രക്ഷയുടെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന കാര്യം. അതില്ല എങ്കിൽ, ആ ഒരു അടിസ്ഥാനം ഇല്ലെങ്കിൽ, നമുക്ക് ഒരിക്കലും രക്ഷയെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. ഞാൻ നിങ്ങളോട് പറയാനുള്ള കാരണം, നമ്മൾ എല്ലാവരും സാമാന്യമായി പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്, രക്ഷിക്കപ്പെടണമെങ്കിൽ വിശ്വാസം മാത്രം പോരാ, പ്രവൃത്തി കൂടെ വേണമെന്ന്. ഒരൊറ്റ ഷിഫ്റ്റ് വന്നപ്പോഴേക്കും ഉപദേശം മുഴുവൻ മാറിപ്പോയി, എല്ലാവരുടെയും രക്ഷയുടെ അടിസ്ഥാനം തകർന്നു പോയി, പ്രത്യാശ ഇല്ലാതായി പോയി. അതുപോലെയാണ് ഈ ഡോക്ട്രിൻസിന്റെ പ്രശ്നം. ഡോക്ട്രിൻസിൽ എവിടെയെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ, ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഉപദേശത്തിന്റെ മുഴുവൻ വ്യവസ്ഥകൾ മാറിപ്പോകും. ഇപ്പൊ ഉദാഹരണത്തിന്, നമ്മൾ വിശുദ്ധീകരണം എന്നൊരു വിഷയം നമ്മൾ എടുത്താൽ, എങ്ങനെയാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടേണ്ടത്? എങ്ങനെയാണ് വിശുദ്ധീകരണം സംഭവിക്കുന്നത്? നിങ്ങൾക്ക് മനസ്സുകൊണ്ടൊന്ന് ആലോചിച്ച് നോക്കാം. ആരാണ് വിശുദ്ധ ജീവിതം നയിക്കുന്നത്? സെമിനാർ എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് ചോദ്യമൊക്കെ ചോദിക്കാവുന്നതാണ്, പക്ഷെ ഇത് റെക്കോർഡിംഗ് ഒക്കെ ആയതുകൊണ്ട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമായിരിക്കും. അതുകൊണ്ട് എന്നാലും ഞാൻ നിങ്ങളൊന്ന് ആലോചിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, ആരാണ് ഒരു വിശുദ്ധൻ? വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരാണ് അയാൾ? ആരാണ് അയാൾ? എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഒരു വിശുദ്ധനുള്ളത്? പറയാമോ? ആർക്കെങ്കിലും പറയാമോ? പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു ലക്ഷണം. ഏതെങ്കിലും ഒരു ലക്ഷണം പറയാമോ ആർക്കെങ്കിലും? വിശുദ്ധന്റെ ഒരു ലക്ഷണം. പറയാം. ആരും ഒന്നും പറയുന്നില്ല. നിങ്ങൾ വിശുദ്ധന്മാരെ കണ്ടിട്ടില്ല? ഓ, ഒരു രക്ഷയില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ നോക്കി കഴിയുമ്പോൾ, ഈ വിശുദ്ധിയെ നമ്മൾ നോക്കി കഴിയുമ്പോഴും നമ്മൾ സാധാരണ നോക്കുന്നത് എങ്ങനെയുള്ള വിശുദ്ധരാ? പ്രാർത്ഥിക്കുന്നവർ, ഒത്തിരി പ്രാർത്ഥിക്കുന്നവർ അല്ലേ? ആണോ? ഇടയ്ക്കിടയ്ക്കൊക്കെ ഉപവാസം എടുക്കുന്നവർ വിശുദ്ധരല്ലേ? ലളിത ജീവിതം നയിക്കുന്നവർ വിശുദ്ധരാണോ? ബഹളം വയ്ക്കാത്തവർ, ശാന്ത സ്വഭാവമുള്ളവർ വിശുദ്ധരാണോ? വിശുദ്ധരായിട്ട് കരുതാൻ പറ്റുമോ? കള്ളും സിഗരറ്റും സിനിമയും ഒന്നും കാണാത്തവർ, ഉപയോഗിക്കാത്തവർ വിശുദ്ധരാണോ? ആണോ? കൃത്യമായിട്ട് മീറ്റിങ്ങിലെല്ലാം വരുന്നവർ, ദശാംശം ഇടുന്നവർ, ഇതൊന്നും വിശുദ്ധരാന്നുള്ള തെളിയിക്കുന്നില്ല. ഇതെല്ലാം നമ്മൾ മതത്തിൽ വിശ്വസിക്കുന്നവരെന്ന് മാത്രമേ തെളിയിക്കുന്നുള്ളൂ. ഇതെല്ലാം നമ്മൾ ഒരു സഭയുടെ അനുഗാമികൾ എന്ന് മാത്രമേ തെളിയിക്കുന്നുള്ളൂ. ഇതെല്ലാം തെളിയിക്കുന്നത് നമ്മളൊരു സമൂഹത്തിൽ നല്ലവരായി ജീവിക്കുന്നവരെന്ന് മാത്രമാണ്. അത്രയും മാത്രമേ തെളിയിക്കുന്നുള്ളൂ. മാന്യന്മാർ എന്ന് മാത്രമേ ഈ ഗുണങ്ങൾ തെളിയിക്കുന്നുള്ളൂ. പിന്നെ ആരാണ് ഒരു വിശുദ്ധൻ? ഒരു വിശുദ്ധന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം എന്താണ്? നിങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കണം, വിശുദ്ധ ജീവിതം നയിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ തലയിലേക്ക് വരുന്നത് വഴക്കുണ്ടാക്കരുത്, പിള്ളേരുടെ ഷൗട്ട് ചെയ്യരുത്, ശാന്ത സ്വഭാവമായിരിക്കണം, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, ആരെന്താ ചോദിച്ചാലും ഭവ്യതയോടെ വിറച്ചുകൊണ്ട് റിപ്ലൈ പറയണം, പിന്നെ എന്താ വേണ്ടത്, സുവിശേഷം പറയാൻ പോകണം, നമ്മൾ വേറെ വൃത്തികേടുകൾക്കൊന്നും പോകരുത്. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത്, അതായത് എല്ലാം നമ്മുടെ പ്രവൃത്തികളിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. അങ്ങനെ ചിന്തിക്കാൻ മനുഷ്യനെ കൊണ്ട് പറ്റുള്ളൂ. പിന്നെ പറ്റുവാണെങ്കിൽ മീശയൊക്കെ വടിച്ച് വെള്ള വസ്ത്രമൊക്കെ ഇട്ട് ആഭരണമൊക്കെ ഊരി വിശുദ്ധ ജീവിതമാണ് നയിക്കുന്നതെന്ന് വേണേ പറയാം. പക്ഷെ ഇതൊന്നുമല്ല വിശുദ്ധ ജീവിതം. വേദപുസ്തകത്തിൽ അനുസരിച്ച് വിശുദ്ധ ജീവിതത്തിന്റെ ക്രൈറ്റീരിയൻ ഇങ്ങനെയൊന്നുമല്ല. കാരണം വിശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവമല്ല, ക്രിസ്തുവിന്റെ സ്വഭാവമാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതല്ല വിശുദ്ധീകരണം. കർത്താവ് നമ്മളിൽ നടത്തുന്ന ഒരു പ്രവൃത്തിയാണ് വിശുദ്ധീകരണം. അപ്പൊ അതിന്റെ ഫോക്കസ് എങ്ങോട്ട് പോയി? എന്റെ പ്രവൃത്തികളിൽ നിന്ന് എന്നിൽ കർത്താവ് ചെയ്യുന്ന പ്രവൃത്തികളിലേക്ക് പോയി. അവിടെയാണ് നമ്മൾ ആദ്യം ജയിക്കുന്നത്. കാരണം മഹത്വം ദൈവത്തിന്.
അല്ലെങ്കിൽ ഈ വിശുദ്ധ ജീവിതം നയിക്കുന്നതിന്റെ ഒക്കെ മഹത്വം ആർക്കാ? നമുക്കാ. ഒരാൾ മരിച്ചു കഴിയുമ്പോഴാണ് ഇത് അറിയുന്നത്. മരിച്ചങ്ങോട്ട് കിടന്നു കഴിയുമ്പോഴേക്ക് ആൾക്കാരങ്ങ് പ്രസംഗിക്കുന്ന കേൾക്കാം. എന്താണെന്നറിയോ? എന്തൊരു വിശുദ്ധ ജീവിതമായിരുന്നു നയിച്ചിരുന്നെന്ന്. ഇപ്പൊ ഞാൻ മരിച്ചാ വരെ ആൾക്കാരത് പറയും. അപ്പൊ ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ വിശുദ്ധ ജീവിതം എന്ന് ഉദ്ദേശിക്കുന്ന വേണ്ടാത്ത പരിപാടികൾക്കൊന്നും പോകാതെ മര്യാദയ്ക്ക് ജീവിച്ച് പ്രാർത്ഥിച്ച് ബൈബിളുമായിട്ട് വെള്ളോസറിട്ട് നടന്ന് വഴിയിലൊക്കെ പ്രസംഗിച്ച് ഇങ്ങനെയൊക്കെ നടക്കുന്ന ആൾക്കാരെ നമ്മൾ പറയും, ഓ ദൈവം അയാളെ. പക്ഷെ അയാളുടെ ഹൃദയത്തിനകത്ത് എന്താ പോകുന്നതെന്ന് ഉടയതമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ വിശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമല്ല, ദൈവം നമ്മളിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പൊ ഉപദേശത്തിനകത്ത് ദൈവം പാതി ഞാൻ പാതി, ഇതിന്ന് പെന്തക്കോസ്തിലുള്ള വേറൊരു ദുരുപദേശമാണ്. കുറെ ദുരുപദേശങ്ങളുണ്ട് ഇങ്ങനെ. ദൈവം പാതി എന്ന് പറഞ്ഞാൽ ക്രൂശിൽ ദൈവം ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി നമ്മൾ ഇവിടെ കിടന്ന് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്യണം. അപ്പൊ രക്ഷയുടെ പകുതി ദൈവത്തിനും. ഇത് വിശ്വസിക്കുന്നവരൊക്കെ ഉണ്ടോ ഈ കൂട്ടത്തില്? കാണുമായിരിക്കും. ദൈവം ചെയ്യാനുള്ളതെല്ലാം കർത്താവ് ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു, ഇനി നമ്മൾ ചെയ്യാനുള്ളതാണ് ബാക്കി കിടക്കുന്നത്. അപ്പൊ രക്ഷയുടെ ഉത്തരവാദിത്വം ദൈവത്തിന്റെ പണി കഴിഞ്ഞു, ഇനി നമ്മുടെ പണിയാണ് ബാക്കിയുള്ളത്. സോ ഗോഡ് ഈസ് ആബ്സെന്റ് നൗ, ഇറ്റ് ഈസ് അവർ ടൈം നൗ. ഇത് നമ്മുടെ സമയമാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടത്? അപ്പൊ ദൈവം എല്ലാ പണിയും കഴിഞ്ഞു, ഇനി ആർക്കും വേണ്ടി ഒന്നും ദൈവം ചെയ്യുന്നില്ല. ദാറ്റ്സ് എൻ ആബ്സെന്റ് ഗോഡ്. ഇതിനെ ഈ ദൈവത്തെക്കുറിച്ച് തത്വചിന്തകർ പറയുന്നത് ക്ലോക്ക് മേക്കർ ഗോഡ് എന്നാണ്. ക്ലോക്ക് മേക്കർ ഗോഡ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് ഉണ്ടാക്കി വെച്ചിട്ട് കർത്താവ് പോയി, ഇനി കറങ്ങിക്കോളൂ, അത് തന്നെ അത് കറങ്ങി പൊക്കോളൂ. ദൈവത്തിനൊന്നും ഇനി പണിയില്ല. നമ്മളെ ദൈവം രക്ഷിക്കാൻ വേണ്ടതെല്ലാം ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു, ഇനി ദൈവത്തിനൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഇന്ന് ഞാൻ എന്റെ എഫേർട്ടിനാൽ രക്ഷപ്പെടുന്നതാണ്. അപ്പൊ ഇതിനകത്തുള്ളൊരു പ്രശ്നം, ദൈവത്തിനല്ല മഹത്വം. അപ്പൊ സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ മഹത്വം ആർക്കാ? മഹത്വം? എനിക്കാ. അവിടെ ദൂതന്മാരെല്ലാം കൂടെ എഴുന്നേറ്റ് എന്തായിരിക്കും പറയുന്നറിയോ? കർത്താവ് കാൽവരി ക്രൂശിൽ എല്ലാവർക്കും വേണ്ടി മരിച്ചു, പക്ഷെ ചേസ് ഉണ്ടല്ലോ, ചേസ്, അവനോടി ഓട്ടമാണ് ഓട്ടം. അപ്പൊ ദൂതന്മാരെല്ലാം എഴുന്നേറ്റ് എന്നെ ആയിരിക്കും പറയുന്നത്. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും എന്തൊരു മഹാനെന്ന് പറഞ്ഞ് ദൂതന്മാരെല്ലാം കൂടെ പാടുന്ന ആലോചിച്ച് നോക്കി. അവിടെ വസ്ത്രം കീറാൻ വസ്ത്രം ഉണ്ടാവില്ല, ഉണ്ടായിരുന്നെ അതും കീറി നിലവിളിക്കേണ്ടി വന്നേനെ. കാരണം എനിക്കറിയാം ഞാൻ പോക്കാരെന്നുള്ള കാര്യം. എനിക്കറിയാം ഇത് വെറും കൃപയാന്നുള്ള കാര്യം. എനിക്കറിയാം എൻ്റെ ഉള്ളിൽ യാതൊരു നന്മയില്ലായിരുന്നെന്നും ഇത് മുഴുവൻ ദൈവത്തിന് മഹത്വമായിരുന്നെന്നും ഞാൻ ഈ സംസാരിക്കുന്നു, ഇരിക്കുന്നു, നീക്കുന്നു, നടക്കുന്നതല്ല എനിക്കിത് മനസ്സിലാകുന്നതും എൻ്റെ ഉള്ളിൽ ഇത് വെളിപ്പെട്ട് വരുന്നതും ഇത് നിങ്ങളോട് സംസാരിക്കുന്നതും ഉൾപ്പെടെ സകലതും ദൈവത്തിന്റെ കരുണ മാത്രമാണെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ ഉള്ളം കൊണ്ട് ആരെ മാത്രം മഹത്വപ്പെടുത്താൻ പറ്റുള്ളൂ? ദൈവത്തെ മാത്രം മഹത്വപ്പെടുത്താൻ പറ്റുള്ളൂ. കാരണം ദൈവം എന്നിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. അപ്പൊ രക്ഷയുടെ മഹത്വം പൂർണ്ണമായും ദൈവത്തിന് കൊടുക്കാതെ അത് വിഭജിക്കപ്പെടുമ്പോൾ നമ്മൾ ഗുരുതരമായ ഉപദേശ പെശകിലേക്കാണ് പോകുന്നത്. കാരണം രക്ഷയുടെ യഥാർത്ഥ ഉത്തരവാദികൾ നമ്മുടെ അധ്വാനമാണ്, അല്ലെ? നമ്മുടെ അധ്വാനമാണ്. കാരണം കർത്താവ് എല്ലാവർക്കും വേണ്ടി ചെയ്യാനുള്ളതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓടി കഷ്ടപ്പെട്ട് വിഷമിച്ച് നേടിയെടുക്കുന്ന ഒരു സാധനമാണ് രക്ഷ. അപ്പൊ ഇതിന്റെ മഹത്വം ആർക്കാ പോകേണ്ടത്? ഇനി 100 പേര്, ഞാൻ നേരത്തെ പറഞ്ഞ 100 പേരില് 100 പേര് സുവിശേഷം കേട്ടു, 10 പേര് 100 പേര് സഭയിലും പോകുന്നുണ്ട്, 10 പേര് മാത്രമേ സ്വർഗത്തിൽ പോയുള്ളൂ. ആർക്കതിന്റെ ക്രെഡിറ്റ്? പറ, ആർക്കാ ക്രെഡിറ്റ്? ഈ 10 പേർക്കാ. അപ്പൊ അതിനകത്ത് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. കാരണം ദൈവം അവന്റെ മഹത്വം ആർക്കും പങ്കുവെക്കുന്നില്ല. 1 കൊരിന്ത്യർ ലേഖനം 1:30 പറയുന്നു, ആരും പ്രശംസിക്കാതിരിക്കാൻ വേണ്ടി. അതാണ് രക്ഷയുടെ ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ വാക്യം. ആരും പ്രശംസിക്കാതിരിക്കാൻ ദൈവം എന്ത് ചെയ്തു? ഹീനമായതിനെ തെരഞ്ഞെടുത്തു. എന്നിട്ട് അതിന് ശേഷം പറയാണ്, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയി തീർന്നു. ദാറ്റ് മീൻസ് ക്രൈസ്റ്റ് ഈസ് മൈ സാങ്ക്ടിഫിക്കേഷൻ. ക്രിസ്തു തന്നെയാണ് എന്റെ വിശുദ്ധീകരണം, എന്റെ പ്രവൃത്തികളല്ല. ഇറ്റ് ഈസ് ക്രൈസ്റ്റ് ഡ്വെല്ലിംഗ് ഇൻ മീ. എന്നിൽ വസിക്കുന്ന ക്രിസ്തുവാണ് എന്റെ വിശുദ്ധീകരണം, ഞാനല്ല. ക്രിസ്തു അത്രേ. ഇറ്റ് ഈസ് ക്രൈസ്റ്റ് എലോൺ. അതാണ് ഡോക്ട്രിൻ. അപ്പോൾ വിശ്വാസത്താൽ ഞാൻ നേടുന്നത് ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവാണ് എന്റെ വിശുദ്ധീകരണം. അപ്പൊ പൂർണ്ണമായ മഹത്വം
എന്റെ സ്വഭാവം മാറുന്നതിനും ഞാൻ ഈ ഓട്ടം ഓടുന്നതിനും എല്ലാറ്റിനുമുള്ള മഹത്വം ആർക്കാണ്? സകല ദൈവിക മഹത്വവും നിറഞ്ഞിരിക്കുന്ന ക്രിസ്തു എന്നിൽ വസിക്കുന്നു എന്നുള്ളതിനാണ്. അപ്പൊ രക്ഷ ആരുടെയാണ്? രക്ഷ എന്റെ അല്ല, രക്ഷ ദൈവത്തിന്റെയാണ്. അപ്പോൾ വിശുദ്ധീകരണം എന്ന് പറയുന്നത്, അത് ഞാൻ പറഞ്ഞു, ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിയുമ്പോഴേക്കും വളരെ ഗുരുതരമായ പ്രശ്നത്തിലേക്കാണ് അത് പോകുന്നത്. നമ്മുടെ ആരാധന മാറിപ്പോകുന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത ഒരു തിയോളജി ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ രക്ഷയുടെ പൂർണ്ണ മഹത്വം ദൈവത്തിന് കൊടുക്കാതെ ദൈവത്തിന് പകുതി എനിക്ക് പകുതി എന്നുള്ളൊരു വ്യവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ആദ്യത്തെ അപകടം എന്നറിയാമോ? നമ്മുടെ ആരാധന നിന്നുപോകും. ആരാധന നിന്നുപോകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര പേര് ഇന്നത്തെ ദിവസം കർത്താവേ, നാശത്തിലേക്ക് പോകുമായിരുന്ന എന്നെ നീ നിന്റെ രക്തത്താൽ വീണ്ടെടുത്ത് നിത്യജീവൻ അവകാശിയാക്കി എൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് പുത്രത്വം എനിക്ക് തന്നതിനാൽ സ്തോത്രം എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയ എത്ര പേര് നമ്മുടെ ഇടയിൽ ഉണ്ടാവും? ആരാധിക്കാൻ പറ്റത്തില്ല. കാരണം ഓഡിയന്റെ ക്രെഡിറ്റ് ഒക്കെ ആർക്കാ? ഓഡിയന്റെ ക്രെഡിറ്റ് എനിക്കാ. പിന്നെ ഞാൻ എന്തിനാ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന രക്ഷയ്ക്ക് വേണ്ടി? അപ്പൊ എന്നിലേക്ക് ക്രെഡിറ്റുകൾ വന്നു കഴിയുമ്പോഴേക്കും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പ്രോപ്പർ ആയിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ സാധിക്കില്ല. കൊളോസി ലേഖനം 1-ാം അധ്യായത്തിൽ പെന്തക്കോസ്തിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ ഇത് മുഴുവൻ പ്രശ്നങ്ങളാണ്. ഒന്നാമത് ഉപദേശപരമായ പ്രശ്നം മാത്രമല്ല. ഇപ്പൊ കൊളോസി ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഒരു വാക്യമുണ്ട്, 1-ാം അധ്യായം. എന്റെ കണ്ണ് ശരിക്കും പിടിക്കുന്നില്ല, എന്റെ കണ്ണടയും പ്രശ്നത്തിലാണ്. അതുകൊണ്ട് ഞാൻ ഇത്തിരി കഷ്ടപ്പെട്ടായിരിക്കും ഇത് വായിക്കുന്നത്. ഓക്കെ, ആ 13-ാം വാക്യം. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. അപ്പൊ ശരിക്കും നമ്മൾ ഓരോ വിശ്വാസികളും, കൊളോസിയ സഭയിലുള്ള ഓരോ വിശ്വാസികൾ എങ്ങനെയാ സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നത്? ക്രിസ്തു മുഖാന്തരം നമ്മളെ ഇരുട്ടിൽ നിന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിലേക്ക് നമ്മളെ രക്ഷിച്ച സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം. ഇത് പറയുന്നവരാകണം ഓരോരുത്തരും. സഭയിലുള്ള ഓരോരുത്തരും സ്തോത്രം ചെയ്യേണ്ടത് എങ്ങനെയാ? ഇങ്ങനെയാ. ഇരുട്ടിന്റെ അന്ധകാരത്തിൽ ഞങ്ങളെ വിടുവിച്ച് പുത്രന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവിന് സ്തോത്രം. നമ്മളൊരു സഭയിലേക്ക് ചെല്ലുമ്പോൾ ഈ സ്തോത്രം ഇല്ല. ഇന്നത്തെ സ്തോത്രം ഇന്നലെ നടത്തി, കഴിഞ്ഞ ആഴ്ച നടത്തി. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം അനേകം ആളുകൾ മരണത്താൽ മാറ്റപ്പെട്ടു. കുറെ ആൾക്കാർ ആശുപത്രിയിൽ പോയി. എന്നെ മാത്രം, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞൊരു കാര്യമാണ്, എന്നെ മാത്രം രക്ഷിച്ചതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്. അവിടെ മരണം സംഭവിച്ച ഒരാളെങ്കിലും കാണും വീട്ടില്. അവർക്ക് നിങ്ങളോട് സ്തോത്രം പറയാൻ പറ്റിയില്ല. കഴിഞ്ഞ ആഴ്ച എനിക്ക് കൊറോണ ആയിരുന്നു, ദൈവം എനിക്ക് അത്ഭുതകരമായ സൗഖ്യം തന്നു സ്തോത്രം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കോവിഡ് പിടിച്ച് മരിച്ച ആരെങ്കിലും ഉള്ള ഒരു കുടുംബത്തിലുള്ള ആരെങ്കിലും അവിടെ കാണും. അവർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റിയില്ല. അനേകം ആളുകൾ രോഗികളും മരിച്ചവരായെന്ന് പറഞ്ഞപ്പോൾ അവിടെയും മരണം അനുഭവിച്ചവരും രോഗം അനുഭവിച്ചവരും ആരെങ്കിലും കാണാം. എല്ലാവർക്കും സ്തോത്രം ചെയ്യാൻ പറ്റിയില്ല. എന്റെ പിള്ളേർക്ക് അഡ്മിഷൻ കിട്ടി സ്തോത്രം എന്ന് പറയുമ്പോൾ ട്രൈ ചെയ്തിട്ട് അവനേക്കാൾ കൂടുതൽ മാർക്ക് മേടിച്ച കുട്ടിക്ക് പൈസ ഇല്ലാത്തതിനാൽ അഡ്മിഷൻ കിട്ടാതിരിക്കുന്നവര് അതേ ചർച്ചയിൽ തന്നെ കാണും. അവരിരുന്ന് വിഷമിക്കും. അവർ വിചാരിക്കും ദൈവം പഠിക്കാത്തവന് പൈസ കൊടുത്തു, അവൻ അഡ്മിഷൻ മേടിച്ചു കൊടുത്തു. എന്റെ കൊച്ചു ഇത്രയും പഠിച്ചിട്ട് എന്റെ പൈസ ഇല്ല, അവൻ അഡ്മിഷനും ഇല്ല. ദൈവത്തിന് എന്ത് പാർഷ്യാലിറ്റി ആണെന്ന് ചിന്തിച്ചുകൊണ്ട് വിഷമിച്ചിരിക്കുന്ന ഒരാൾക്ക് ആമേൻ പറയാൻ പറ്റില്ല. അപ്പൊ എല്ലാരെ കൊണ്ട് ആമേൻ പറയിപ്പിക്കണമെങ്കിൽ എങ്ങനെ സ്തോത്രം ചെയ്യണം? എല്ലാരും ആമേൻ എന്ന് പറയണമെങ്കിൽ എന്ത് സ്തോത്രം വേണം? സഭയിലുള്ളവരെല്ലാരും എഴുന്നേറ്റ് നിന്നിട്ട് ആമേൻ സ്തോത്രം എന്ന് പറയണമെങ്കിൽ എന്ത് പറയണം? അന്ധകാരത്തിൽ ഞങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ഞങ്ങളെ ആക്കി വെച്ച പിതാവേ നിനക്ക് സ്തോത്രം എന്ന് പറഞ്ഞു കഴിയുമ്പം ആ സഭയിൽ ഇരിക്കുന്ന സകല മനുഷ്യർക്ക് സ്തോത്രം ചെയ്യാം, ആമേൻ പറയാം. അതിന് മാത്രമേ എനിക്കും നിങ്ങൾക്ക് സ്തോത്രം ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരൊറ്റ സ്തോത്രമാണ് നമ്മുടെ സഭയിൽ നിന്ന് അപ്രത്യക്ഷമായത്. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ പോയി നോക്കിക്കോ, ചർച്ചിൽ പോയി നോക്ക്. മിണ്ടല്ല ഈ പ്രസംഗം കേട്ട കാര്യം, അവരെ ഈ പ്രസംഗം കാണിക്കുകയും ചെയ്യരുത്. എന്നിട്ട് നിങ്ങൾ സൂത്രത്തിൽ പോയി ഒരു പ്രസംഗം കേക്ക്. ഒരു സൺഡേ വർഷിപ്പ് നാളെയല്ലേ? നിങ്ങൾ എവിടെയെങ്കിലും, ഇവിടെ വരുന്നവരല്ല വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ പോയി കേൾക്ക്. നിങ്ങൾ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ടല്ലോ, പോയി കേട്ട് നോക്ക്. ക്രിസ്തു രക്ഷിച്ചതിനായി, വീണ്ടെടുത്തതിനായി സ്തോത്രം എന്നുള്ളത് പെന്തക്കോസ്തുകാർ മറന്നുപോയിട്ട് ഒത്തിരി നാളായി. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ കുറിച്ചുള്ള ഒരു ആത്മീയതയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതായത്
നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ സെന്റർ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. ദൈവം നമുക്ക് വേണ്ടി, എനിക്ക് ആരോഗ്യം കിട്ടാൻ വേണ്ടി ദൈവം, എനിക്ക് പൈസ കിട്ടാൻ വേണ്ടി ദൈവം, എനിക്ക് വിസ കിട്ടാൻ വേണ്ടി ദൈവം, എനിക്ക് എന്റെ ശത്രുക്കളെല്ലാം താളടിയായി പോകാൻ വേണ്ടി ദൈവം. ആ ദൈവം ഇത്രയും പണിയൊക്കെ എനിക്ക് വേണ്ടി ചെയ്യും. അപ്പൊ ഞാൻ 2 കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യും. എല്ലാ ഞായറാഴ്ചയും കുറച്ച് പൈസ ഇടും, പിന്നെ സ്തോത്രം സ്തോത്രം എന്ന് പറയും. ഈ 2 കാര്യങ്ങൾ കൊണ്ട് ഞാൻ ദൈവത്തെ കൊണ്ട് എന്റെ കാര്യങ്ങളെല്ലാം സാധിപ്പിക്കും. അപ്പൊ ആത്മീകത, ഈ പ്രാർത്ഥന, ഈ ആരാധന, ഇതെല്ലാം ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയാ. ആരുടെ രാജ്യം സ്ഥാപിക്കാനാ? നമ്മുടെ രാജ്യം വലുതാക്കാനാ. നമ്മുടെ പിള്ളേര് ശക്തരാകാൻ വേണ്ടി, നമ്മുടെ ധനം വർദ്ധിക്കാൻ വേണ്ടിയാ, നമ്മുടെ പിള്ളേര് സുവിശേഷ വേലയ്ക്കൊന്നും പോകാതെ നല്ല ജോലി വാങ്ങി സെറ്റിലാവാൻ വേണ്ടിയാ. അപ്പോൾ ആരാധനയുടെ കേന്ദ്രം, ആരാധനയുടെ മഹത്വം ദൈവത്തിനല്ലാതെ വരുന്ന എന്തുകൊണ്ടാ? ഇത് മനുഷ്യരുടെ ഒരു വ്യവസ്ഥയായിട്ട് മാറുന്നത് കൊണ്ടാണ്. ഇന്ന് ശരിക്കും പെന്തക്കോസ്തിൽ വാഴുന്നത് മനുഷ്യനാണ്. സാത്താനാണെന്ന് ഞാൻ പറയുന്നില്ല, കർത്താവല്ല, മാൻ. ബഹുമാനിക്കപ്പെടുന്നത് പണമുള്ളവരും സ്വാധീനമുള്ളവരുമാണ്. ബഹുമാനിക്കപ്പെടുന്നത് ക്രിസ്തുവിന്റെ കൃപാവരങ്ങളല്ല, ലോകത്തിന്റെ ജ്ഞാനമാണ്. ഇന്നൊരു ശുശ്രൂഷകനാകാൻ വേണ്ടത് കൃപാവരമല്ല. എനിക്ക് സംശയമുണ്ട് ശരിക്കും നമ്മൾ പെന്തക്കോസ്തുകാർ തന്നെയാണോ എന്ന്. കാരണം പെന്തക്കോസ്തുകാരാണെങ്കിൽ കൃപാവരങ്ങളുടെ ശുശ്രൂഷ നടക്കേണ്ടത്. പക്ഷെ ഇന്ന് കൃപാവരങ്ങളുടെ ശുശ്രൂഷ ആർക്കും ഇഷ്ടമില്ലെന്ന് മാത്രമല്ല, എല്ലാവർക്കും വേണ്ടത് ബൈബിൾ കോളേജിന്റെ ശുശ്രൂഷയാണ്. ഈ ബൈബിൾ കോളേജിൽ പഠിച്ചാൽ ഒരാൾ ഇടയനാകുമോ? ആവുമോ? എനിക്കറിയത്തില്ല. ഇടയൻ എന്ന് പറയുന്ന വേറൊരു കൃപാവരമാണ്. ആടുകളോട് ഭാരം തോന്നുക, ആടുകൾക്ക് വേണ്ടി മരിക്കുക, ആടുകളുടെ പോക്കറ്റിൽ ഇരുന്ന് അടിച്ചു മാറ്റുക എന്നുള്ളതല്ല, ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവനും പ്രാണനും കൊടുക്കാനുള്ള കോളിംഗ് ഉള്ള ആളാണ് ഇടയൻ. എവിടെയെങ്കിലും ഒരു ബൈബിൾ കോളേജിൽ പോയി ഒരു ഡോക്ടറേറ്റ് എടുത്താൽ ഒരു ഇടയനാവില്ല. ഇടയൻ ഈസ് എ കോൾ, ഇടയൻ ഈസ് എ മിനിസ്ട്രി. അപ്പോൾ ശരിക്കും ഇന്ന് മനുഷ്യന്റെ രാജ്യം അവന്റെ ജ്ഞാനം വെച്ചാണ് ഇതെല്ലാം പണിയുന്നതെന്നുള്ളതാണ് അസ്ഥിവാരത്തിൽ തന്നെ കിടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇതെങ്ങനെ പരിഹരിക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷം ഒന്നുകൂടെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാക്റ്റുമായിട്ട് നമ്മൾ ഓരോ വീടുകളിൽ ചെന്നിറങ്ങി പറയുക, മനുഷ്യന്റെ രാജ്യങ്ങളെല്ലാം നശിച്ചു പോകും, ബുദ്ധി കൊണ്ട് പണിയുന്നതൊന്നും നിലനിൽക്കില്ല, ദൈവത്തിനെതിരെ വരുന്ന എല്ലാ ശബ്ദങ്ങളും അണഞ്ഞു പോകും, അന്ത്യകാലത്ത് ആത്മാവിനാൽ ഉള്ളതല്ലാത്തതെല്ലാം തീയിലൂടെ കിടക്കുമ്പോൾ വെന്തുപോകുമെന്ന് നമ്മൾ അവരോട് ബുദ്ധി ഉപദേശിക്കുകയും നമ്മുടെ സഭകളിൽ കൃപാവരങ്ങളുടെ ശുശ്രൂഷകൾ ഉണ്ടാവുകയും വേണം. ഞാൻ പറയുന്ന അന്യഭാഷ പറഞ്ഞ് ബഹളം വയ്ക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഓരോരോ ശുശ്രൂഷാ വരങ്ങളും ഉള്ളവർ അവർ ലോകജ്ഞാനത്താലല്ല, വേദപുസ്തകത്തിന്റെ പരിജ്ഞാനത്തിൽ, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ ഉപദേശിക്കുന്ന ശുശ്രൂഷകരുണ്ടാകണം എന്നുള്ളതാണ് അതിനുള്ള ഒരു പരിഹാര മാർഗം. സഹോദരങ്ങളെ, ഈ കൃപാവരങ്ങളില്ലാതെ, ആത്മാവിന്റെ പ്രവൃത്തി ഇല്ലാതെ, മനുഷ്യന്റെ ബുദ്ധി വെച്ച് പണിതാൽ ഒരിക്കലും ഒരു പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഒരു സഭ പണിയാൻ പറ്റത്തില്ല. അത് കൃപാവരങ്ങളാൽ മാത്രമേ പണിയാൻ പറ്റുള്ളൂ. ഇതാണ് നമുക്ക് ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. ആത്മാവിന്റെ ചലനം നമ്മളിൽ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. കൃപാവരങ്ങളുടെ ശുശ്രൂഷകളില്ല എന്നുള്ളതാണ്. ശുശ്രൂഷകരില്ല, സുവിശേഷകരില്ല, മിഷണറിമാരില്ല. ഇന്നുണ്ടാകുന്നത് മാത്രം ബൈബിൾ കോളേജിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന കുറെ പാസ്റ്റേഴ്സ് മാത്രം. ബൈബിൾ കോളേജിൽ 3-4 വർഷം ഞാൻ പഠിച്ചിട്ടുണ്ട്. 3 വർഷം പഠിച്ച് എനിക്ക് പ്രയോജനമായില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനേക്കാൾ നല്ലത് ഒരു സഭ പഠിപ്പിക്കുന്നതാണ്. ഏറ്റവും നല്ലത്, ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു, ഒരു കുട്ടിക്ക് ദൈവിക വിളിയുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഒരു സഭയുടെ മൂപ്പന്മാരുടെ കീഴിലിരുന്ന് വചനം പഠിക്കുകയും ശുശ്രൂഷ പഠിക്കുകയും വേണം. ആ സഭ അയാളുടെ ജീവിതം കണ്ടിട്ട് ശുശ്രൂഷയുണ്ടോ, കോളിംഗ് ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് സഭയിലെ മൂപ്പന്മാർ അവന്റെ മേൽ കൈവച്ച് അവന് നിയോഗം കൊടുത്ത് ശുശ്രൂഷയ്ക്ക് വിടണം. ഇങ്ങനെയായിരുന്നു ആദിമ സഭയിൽ ഉണ്ടായിരുന്നത്. എവിടെയെങ്കിലും പോയി ട്രെയിനിങ് കിട്ടി വരുന്ന ട്രെയിൻഡ് ആൾക്കാരല്ല, ആത്മാവിനാൽ നടത്തപ്പെടുന്ന ശുശ്രൂഷകൾ അങ്ങനെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്റെ സ്വപ്നം അതാണ്, ആഗ്രഹം അതാണ്. സഭകളിൽ നിന്ന് തന്നെ ശുശ്രൂഷകൾ ഉണ്ടാകുക. സഭയിലുള്ള ഓരോ വിശ്വാസിയും വചനം പഠിക്കുക, ഉപദേശങ്ങൾ പഠിക്കുക. ഞങ്ങളുടെ സഭയിൽ അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ ഞങ്ങൾ ഈ പഠനം എല്ലാവർക്കും ഉണ്ട്. ആർക്ക് വേണമെങ്കിലും സൂമിൽ ജോയിൻ ചെയ്യാം. ബൈബിൾ ക്ലാസ്, സംശയ നിവാരണം, അപ്പോളജറ്റിക്സ്, തിയോളജി, ഇങ്ങനെയുള്ള ഓരോരോ വിഷയങ്ങൾ എല്ലാ വിശ്വാസികൾക്കും വേണ്ടി. അപ്പൊ അതിനകത്ത് കോളിംഗ് ഉള്ളവര് മുമ്പോട്ട് വന്ന് പോയിക്കോളും. അപ്പോൾ ശരിക്കും ഒരു ബൈബിൾ കോളേജിൽ എന്ത് പഠിപ്പിക്കുന്നു അതെല്ലാം നമ്മുടെ സഭകളിൽ വിശ്വാസികൾ പഠിക്കണം. ഉപദേശം സഭയിൽ പഠിപ്പിക്കണം. കാരണം കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ ബൈബിൾ കോളേജ് പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞാനൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതിയിൽ
സഭ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം മനുഷ്യനിർമ്മിതമായ അറേഞ്ച്മെന്റ്സ് ആണ്. അത് തീർച്ചയായിട്ടും വീണുപോകും. സാത്താന്റെ ഗോപുരങ്ങൾ അതിന്മേൽ വാഴും. പിന്നെ എന്തുകൊണ്ട് മിഷൻ സംഘടനകൾ, എന്തുകൊണ്ട് ബൈബിൾ കോളേജുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭ ഇതൊന്നും ചെയ്യാത്തത് കൊണ്ട്. കാരണം ചർച്ചിനാണ് അതോറിറ്റി. ഞങ്ങൾ ആന്ധ്രാപ്രദേശിലെ മിഷണറിമാരായിട്ട് പോകുമ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ വേദന, ഞങ്ങളുടെ ആദ്യം സപ്പോർട്ട് ചെയ്തിരുന്ന ചർച്ച് കാലു മാറി എന്നുള്ളതായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അവിടെ ചർച്ചില്ല. അപ്പൊ എന്റെ വിഷമം, എന്നെ ഒരു ചർച്ച് ഓതറൈസ് ചെയ്യുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? ഐ നീഡ് എ ചർച്ച് ടു സപ്പോർട്ട് മീ. കാരണം ചർച്ചിനാണ് അതോറിറ്റി. കാരണം ഇവിടെ കെട്ടാൻ ഇവിടെ അഴിയുന്നത് അവിടെ സ്വർഗത്തിൽ അഴിയണമെങ്കിൽ അത് ദൈവത്തിന്റെ സഭയ്ക്കുള്ള അധികാരമാണ്. അപ്പൊ ഒരു സഭയുടെ കമ്മീഷനിങ്, ആ സഭയ്ക്ക് എന്നോട് ചോദ്യം ചോദിക്കാൻ പറ്റണം. എങ്ങനെയുണ്ടോ തന്റെ മിനിസ്ട്രി? താൻ മര്യാദക്കാണോ ജീവിക്കുന്നത്? നീ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? എന്താണ് നിന്റെ ജീവിതത്തിന്റെ വിറ്റ്നസ് എന്ന് അന്വേഷിക്കാനും പരിശോധിക്കാനും ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചർച്ച വേണം. പിന്നെ ദൈവം അവിടെ തന്നെ ഒരു സഭ തന്നു. അവിടെ തന്നെ ഒരു സഭ തന്നു കഴിഞ്ഞപ്പം അതോടെ രസകരമായ ഒരു സംഭവം ഉണ്ട്. ഈ സഭയുടെ അതോറിറ്റി എന്താണ്? ശരിക്കും കർത്താവ് അടിസ്ഥാനമിട്ട് പണിയുന്ന ഒരു സഭയുടെ അതോറിറ്റി എന്താണെന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി ഞാൻ ഒരു ചെറിയ സംഭവം, ഞങ്ങളുടെ ചർച്ചിൽ നടന്ന ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ആന്ധ്രയിലെ ചർച്ചിൽ ഒരു ദിവസം ഞങ്ങളുടെ ചർച്ചിൽ ഒരു തർക്കം ഉണ്ടായി, ഞാനും വേറൊരു എൽഡറുമായിട്ട്. തർക്ക വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ സഭയിൽ പ്രസംഗിക്കുന്നത് ഉചിതമാണോ അല്ലയോ എന്നുള്ളതായിരുന്നു വിഷയം. അപ്പൊ ഞാൻ പറഞ്ഞു ഉചിതമല്ല. കാരണം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, ഐ ഡു നോട്ട് പെർമിറ്റ് എ വുമൺ ടു ടീച്ച് ഓർ എക്സസൈസ് അതോറിറ്റി ഓവർ മെൻ. അവർക്ക് വേറെ എല്ലാ ശുശ്രൂഷയും ചെയ്യാം, പ്രവചിക്കാം, സുവിശേഷം പറയാം, പബ്ലിക്കായിട്ട് സ്റ്റേജ് വെച്ച് കെട്ടുന്ന സുവിശേഷം പറയാം. പക്ഷെ മൂപ്പന്മാരുള്ള സഭയിൽ, എൽഡേഴ്സ് ഉള്ള സഭയിൽ അധികാരം പ്രയോഗിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഒരു എൽഡർ എന്നോട് ഒബ്ജക്ട് ചെയ്തു. അദ്ദേഹം ഇത്തിരി ലിബറൽ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു അതൊക്കെ പഴയ കാലത്താണ്, പൗലോസിന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അവസാനം ഞങ്ങൾ ഏത് മീറ്റിങ്ങിന് ചെന്നാലും ഞങ്ങൾ തർക്കത്തിലോട്ട് പോകുന്ന അവസ്ഥ വന്നു. അപ്പൊ ഞങ്ങളാണ് സീനിയർ എൽഡേഴ്സ്, ഞങ്ങളാണ് അവിടുത്തെ ടോപ്പ് എൽഡേഴ്സ്, പയനീഴ്സ് എന്ന് പറയാം. അപ്പൊ ഞങ്ങളുടെ താഴെയുള്ള സഹോദരന്മാർ ഒരു 3-4 പേര് പറഞ്ഞു, ഞങ്ങൾ 3-4 പേര് കൂടി ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്താണ്? നിങ്ങൾ 2 പേരും ഇനി ഞങ്ങൾ പറയുന്നവരെ സഭയിൽ മിണ്ടാൻ പാടില്ല. ആലോചിക്കും. ഇവിടെ നിന്ന് മിഷണറി ആയിട്ട് പോയ ആളാണ്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സഭയിലെ സഹോദരങ്ങൾ, ആന്ധ്രയിലുള്ള സഹോദരങ്ങൾ, മലയാളികളല്ല, ഇവരാരും മലയാളികളല്ല, ആന്ധ്രയിലുള്ള സഹോദരങ്ങൾ എന്നോട് ഞങ്ങളോട് പറയാണ്, ഞങ്ങൾ ഇനി ഈ കാര്യത്തിൽ ഒരു ഫൈനൽ അറിയിപ്പ് പറയുന്നവരെയും നിങ്ങൾ മിണ്ടരുത്. മിണ്ടാതെ പോയി സഭയുടെ പുറകിൽ പോയിരിക്കും. അവര് പ്രസംഗിക്കും, അവരപ്പം നുറുക്കി തരും, നമ്മൾ കഴിക്കും, ബാക്കിലിരിക്കും. ഒരാഴ്ചയായി, 2 ആഴ്ചയായി, 3 ആഴ്ചയായി, അങ്ങനെ ഇരുന്നു. അവസാനം 1.5 മാസം കഴിഞ്ഞപ്പോഴാണ് ആ സഹോദരങ്ങൾ ഒന്ന് പറയുന്നത്, ഞങ്ങൾ ഇതിനകത്തൊരു തീരുമാനം എത്തിയിട്ടുണ്ട്, ഇതാണ് ഞങ്ങളുടെ തീരുമാനം, നിങ്ങൾക്ക് അംഗീകരിക്കാമെങ്കിൽ അംഗീകരിക്കാം. ഇതാണ് സഭയുടെ അതോറിറ്റി. ആ സമയത്ത് ഞാൻ അവിടെ എന്നോട് സഭയിൽ മിണ്ടാതിരിക്കാൻ പറഞ്ഞ ആ 1.5 മാസം ലോകത്തൊരിടത്തും ഞാൻ പ്രസംഗിച്ചില്ല. കാരണം അതോറിറ്റി ഇല്ല. അത് അതോറിറ്റി ഹാസ് ടു കം ഫ്രം ദാറ്റ് ചർച്ച്. എന്റെ ചർച്ച് എന്നോട് പറയാണ്, നിങ്ങൾ വചനം പ്രസംഗിക്കാൻ യോഗ്യനല്ല, നിങ്ങൾ കലഹം ഉണ്ടാക്കുന്ന ആളാണെന്ന് എന്റെ ചർച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ സ്റ്റോപ്പ് എവറിത്തിങ്. കാരണം അതാണ് ശുശ്രൂഷയുടെ അതോറിറ്റി, കംസ് ഫ്രം ദാറ്റ് ലോക്കൽ ചർച്ച്. കാരണം അത് മാത്രമാണ് ദൈവത്തിന്റെ ഏജൻസി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ സഭ എന്ന് പറയുന്നത് ഭയങ്കര അതോറിറ്റി ഉള്ള ഒരാളുടെ പോക്കറ്റ് ഇരിക്കുന്ന സാധനം അല്ല ഇത്. അയാളുടെ മേലും കർത്തൃത്വം നടത്താൻ കഴിവുള്ള സഹോദരന്മാർ, കൃപയുള്ളവർ, ആത്മാവുള്ളവർ സഭകളിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം. അപ്പൊ അങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സഭയിൽ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. നമുക്കിന്ന് പലർക്കും, പാസ്റ്റർമാർക്ക് പേടിയാണ് ഈ സഭയിൽ ആളുകളെ വളരാൻ വിട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവർ സ്വന്തം മിനിസ്റ്റർ ഉണ്ടാക്കിക്കളയും. അതാണ് പ്രശ്നം. ഒരാൾ ഇത്തിരി മിടുക്കനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പാസ്റ്റർ അവന് ഒതുക്കാനുള്ള എല്ലാ പണികളും നോക്കും. നോക്കിയില്ലെങ്കിൽ പുള്ളിക്ക് അപകടമാണ്. കാരണം 40 പേരുള്ള ചർച്ചയിൽ നിന്ന് 30 പേരെ കണ്ടാവും പോകും. പിന്നെ 0.4000 കിട്ടിക്കൊണ്ടിരുന്നത് 1000 ആവും. പിന്നെ വാടക, ഇതെല്ലാം പ്രശ്നമാണ്. അപ്പൊ ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വളർന്നു വരുന്നത് കണ്ടു കഴിഞ്ഞാൽ അവന് ഒതുക്കുക എന്നുള്ളതാണ്. അപ്പം കുറെ ഒതുക്കി കഴിയുമ്പോൾ അവൻ 30 പേരെ കിട്ടിയില്ലെങ്കിൽ 5 പേരെ കണ്ടാണെങ്കിലും അവൻ പോയിരിക്കും. ഒതുക്കി കഴിഞ്ഞാൽ അത്രയും പേരെ കിട്ടില്ല. ഇതൊക്കെ തന്ത്രങ്ങളാണ്. നിങ്ങൾക്ക് വേണേൽ പഠിക്കാം, പ്രയോഗിക്കരുത്. ഇനി എങ്ങനെ ധൈര്യമായിട്ട് നമ്മുടെ മക്കളെ വളരാൻ വിടാം? അതാണ് എന്റെ ചോദ്യം. ധൈര്യമായിട്ട് ഇവരെ വളരാൻ വിടണമല്ലോ, സഭയിൽ വളരണമല്ലോ. വളരണമെങ്കിൽ ഈ പാസ്റ്ററിന് ധൈര്യം വേണം. ഇവൻ എത്ര വളർന്നാലും എന്റെ കഴുത്ത് വെട്ടില്ല എന്നുള്ള ധൈര്യം വേണം, അല്ലേ? വേണ്ടേ? അല്ലെ വളരാൻ വിടാൻ പറ്റുമോ? എങ്ങനെയാണ് ഒരാളെ വളരാൻ? ഒരു സഭയിൽ അംഗങ്ങളായിട്ടുള്ളവരെ സ്വതന്ത്രമായിട്ട് നിങ്ങൾ
നിങ്ങൾ ഇന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, ഏതെങ്കിലും ഒരു സഭയിൽ ഒരു പാസ്റ്റർ ഉണ്ടെങ്കിൽ ആ പാസ്റ്ററേക്കാൾ വചനജ്ഞാനമുള്ള ശുശ്രൂഷയുള്ള ഒരാളും ആ സഭയിൽ ഉണ്ടാവില്ല. ഹി വിൽ ബി ദ ബെസ്റ്റ്. താഴെയുള്ളവരെല്ലാം ഒതുക്കി കളഞ്ഞിരിക്കും. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയേ, ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എൻ്റെ മകനോ, അല്ല ഞാൻ എക്സാമ്പിൾ പറയുന്നത് കേട്ടോ, അതിൽ കൂടുതൽ പഠിച്ചിട്ടുണ്ട്, ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ മകനോട് പറയടാ, ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, അപ്പനെ പോലെ മകൻ ആവണ്ട, നീ 9ൽ നിർത്തിക്കോ പഠിത്തം എന്ന് ഏതെങ്കിലും ഒരു അപ്പം പറയുമോ ലോകത്തിൽ? പറയല്ല. പിന്നെ ഈ പാസ്റ്റർമാരല്ല എങ്ങനെ പറയുന്നത്? പിന്നെന്താ ഈ പാസ്റ്റർമാർ വിചാരിക്കുന്നത് എന്റെ മുകളിൽ ഒരുത്തിനും കയറില്ലെന്ന് വിചാരിക്കാനുള്ള കാരണം എന്താ? നമ്മൾ ഈ തലമുറയായിട്ട് സഭ മുമ്പോട്ട് പോകണമെങ്കിൽ എന്നേക്കാൾ മിടുക്കൻ അടുത്ത തലത്തിൽ ഉണ്ടാകണ്ടേ? ഞാൻ പറയുന്നതിന്റെ അടുത്ത തലത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഒരാള് സഭയിൽ വരണ്ടേ? അപ്പോൾ ഇവരെ വളരാൻ വിട്ടു കഴിഞ്ഞാൽ ഈ സഭ പോകുമോ എന്നുള്ളൊരു പേടി ഉള്ളത് കൊണ്ട് ഒരാളെയും വളരാൻ വിടുന്നില്ല എന്നുള്ളതാണ് ഈ വിശ്വാസം ഇളകി പോയത് കൊണ്ട് സഭയ്ക്ക് സംഭവിച്ചിരിക്കുന്ന അടുത്ത പ്രശ്നം. ഇനി ഇതിന് ഞാൻ എങ്ങനെ ചിന്തിക്കുന്ന ഒരു എക്സാമ്പിളോടെ ഞാൻ ഞങ്ങളുടെ എറണാകുളത്തെ സഭയിൽ നടന്നൊരു സംഭവമായിട്ട് ഞാൻ ഇതിനെ ലിങ്ക് ചെയ്ത് പറയാം. 2 വർഷം മുമ്പ് നിങ്ങൾക്കറിയാമല്ലോ, ഞാനിപ്പം ഈ പുതിയ നിയമത്തിലെ ലേഖനങ്ങളെ വെച്ചാണ് കൂടുതലും പ്രസംഗിക്കുന്നത്. അപ്പൊ ആൾക്കാർ ചോദിക്കാറുണ്ട് ഇങ്ങനെ ലേഖനം മാത്രമേ ഉള്ളൂ എന്ന്. കാരണം ഞാനത് പ്രസംഗിക്കാൻ കാരണം ഈ ഒരു അടിസ്ഥാന സഭകളിൽ വേണം എന്നുള്ളതുകൊണ്ടാണ്. വേറെ ഒന്നും വേണ്ട എന്നുള്ളതുകൊണ്ടല്ല, ഇത് വേണം എന്നുള്ളതുകൊണ്ടാണ്. വേറെ ഒന്നും വേണ്ടെന്ന് എനിക്കറിയത്തില്ല, വേണം, പക്ഷെ ഇത് ഉറപ്പായിട്ടും വേണം. അപ്പൊ ഇത് വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പ്രസംഗിച്ച് യോഹന്നാന്റെ ലേഖനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്റെ ഉള്ളിരുന്ന് ദൈവത്തിന്റെ ആത്മാ പറയുവാണ്, നീ ഈ സ്നേഹത്തെക്കുറിച്ച് പറയാൻ യോഗ്യനല്ല, നിനക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ നോക്കിയപ്പം എന്റെ ഉള്ളിൽ പല ആൾക്കാരോടും വൈരാഗ്യമാണ്. എനിക്ക് ക്ഷമിക്കാനോ സ്നേഹിക്കാനോ കർത്താവിന്റെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാനോ പറ്റുന്നില്ല. എന്റെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരോട് പലരോടും ഈ കർത്താവ് പറഞ്ഞ സ്നേഹം ഇല്ലാതെ എനിക്ക് യോഹന്നാന്റെ ലേഖനത്തിലോട്ട് പ്രവേശിക്കാൻ ഭയമായി. അപ്പൊ ഞാൻ എൻ്റെ സഭയിലെ എൽഡർമാരോട് ഇന്ന് കണ്ടിട്ട് പറഞ്ഞു, സഹോദരങ്ങളെ, എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. എന്റെ ശുശ്രൂഷ യോഹന്നാന്റെ തൊട്ട് മുമ്പിൽ വെച്ച് അവസാനിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യോഹന്നാന്റെ സുവിശേഷം പറയാനുള്ള ധൈര്യം എനിക്കില്ല. ഏറ്റവും ടഫ് അത് പറയാനാണ്. കാരണം അവിടെ പറഞ്ഞിരിക്കുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്നാണ്. ആ സ്നേഹം ചില്ലറ സ്നേഹമല്ല, അത് കർത്താവിന്റെ അഗപ്പയാണ്. അപ്പൊ ഞാൻ ക്വിറ്റ് ചെയ്തു മനസ്സുകൊണ്ട്. ഞാൻ എൽഡർമാരോട് എന്ന് പറഞ്ഞ എന്റെ ശുശ്രൂഷ ഞാൻ ക്ലോസ് ചെയ്യുവാണ്, എനിക്കിനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു സ്നേഹമില്ലാതെ യോഹന്നാന്റെ ലേഖനത്തിലേക്ക് കടക്കാൻ പറ്റാതെ എനിക്ക് ശുശ്രൂഷ മുമ്പോട്ട് കൊണ്ടുപോകാനും പറ്റത്തില്ല. ആ സമയത്ത് ഞങ്ങളുടെ ചർച്ചിൽ ഒരു സഹോദരൻ വന്നു. ഇത്ര മാത്രമേ ഞാൻ പറയുള്ളൂ. ഈ സഹോദരന്റെ ജീവിതം അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ സ്നേഹമാണ് ആ സഹോദരനുള്ളത്. എന്നിലില്ലാത്ത, എന്നെ കൊണ്ട് പറ്റാത്ത, എനിക്ക് എത്താൻ പറ്റാത്ത ആ ഒരു ഡെപ്തിൽ ആ സ്നേഹം എന്താണ്, എങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായ പരിജ്ഞാനമുള്ള ഒരു സഹോദരൻ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി തുടർന്നുള്ള കാര്യങ്ങൾ നീ പറഞ്ഞാൽ മതി. കാരണം എന്റെ പരിപാടി തീർന്നു. ഇനി യു ആർ ദ നെക്സ്റ്റ് പേഴ്സൺ, ഓൺലി യു ക്യാൻ ഇന്റർപ്രറ്റ് ജോൺ. പക്ഷെ കർത്താവ് എന്നെ വേറൊരു രീതിയിൽ ഇത് പ്രസംഗിപ്പിച്ചു. എങ്ങനെയാണെന്നറിയോ? കർത്താവ് എന്നോട് പറഞ്ഞു, നീ ഇത് ബ്രോക്കൺനെസ്സിൽ നിന്നുകൊണ്ട്, ഒന്നുമില്ലാത്തവനെ പോലെ നിന്നുകൊണ്ട് പ്രസംഗിക്കണം. ഒന്നും പറ്റാത്ത നിസ്സഹായനായ ഒരാള് ഈ ലേഖനം വ്യാഖ്യാനിക്കുകയാണെങ്കിൽ എങ്ങനെ വ്യാഖ്യാനിക്കും? എങ്ങും എത്താതെ തോറ്റുപോയ ഒരാൾ എങ്ങനെ ഇത് വ്യാഖ്യാനിക്കും? ഞാൻ പറയാൻ കാരണം, അടുത്ത ജനറേഷനിലേക്ക് വരുമ്പം വളരാനുള്ള അനേകം വഴികൾ, വേദപുസ്തകം വ്യാഖ്യാനിക്കാനുള്ള അനേകം വഴികൾ നമ്മുടെ പിന്നാലെ വരുന്നവർക്ക് ബൈബിളിൽ തുറന്നു വെച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ പോലെ വളരാൻ എനിക്ക് വേറൊരാളെ വിടാൻ ഭയമാണെങ്കിൽ അടുത്ത ജനറേഷനിൽ സഭ ഉണ്ടാവില്ല. എന്നോടുകൂടി ഇതെല്ലാം ക്ലോസ് ആവും. അങ്ങനെ ആകാൻ പാടില്ല. കാരണം അടുത്ത തീവ്രമായി കൃപാവരങ്ങളുള്ള വളർന്നു വരണം. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഈ ഭയപ്പെടാതെ എങ്ങനെ അവരെ പ്രൊമോട്ട് ചെയ്യാമെന്നുള്ളതാണ്. അതിനൊരൊറ്റ വഴിയുള്ളൂ. എന്താണെന്നറിയാം? അതൊന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഞാനൊരു ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായിട്ട് ഞാനൊരു അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. ക്രിസ്തുവിലുള്ള ഒരു അടിസ്ഥാനം ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ക്രിസ്തുവിലുള്ള പത്യോപദേശത്തിന്റെ അടിസ്ഥാനം ഒരാളിൽ ഒരിക്കൽ വീണാൽ അതിന് മുകളിൽ പിന്നെ വേറെ ഒന്നും ഇടാൻ പറ്റത്തില്ല.
അവിടെ പൗലോസ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. വായിച്ചു 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത്, ഞാൻ വായിക്കാം. അതിന്റെ 10-ാം വാക്യം, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ അതിന് മീതെ പണിയുന്നു. അതിൽ പണിയാൻ പറ്റത്തില്ല, അതിന് മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നെന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും സാധിക്കില്ല. അപ്പൊ നമ്മുടെ സഭയിലെ വിശ്വാസികൾ ഈ ഒരു അടിസ്ഥാനത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ അടിസ്ഥാനം ഒരിക്കലും ഇളകി പോകില്ല. എന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ അടിസ്ഥാനം പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഒന്നിനും കൊള്ളൂല, കർത്താവ് പക്ഷെ എല്ലാത്തിനും മതിയായവനാണ്, ഞാനല്ല ക്രിസ്തു അത്രേ വസിക്കുന്നത് ജീവിക്കുന്നത് എന്ന് ആ ഒരു ഫെയ്ത്തിലേക്ക് ഒരാൾ, ആ ട്രാക്കിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ കുറെ നാൾ കഴിയുമ്പോൾ അയാൾക്ക് ഈ കർത്താവിനെ ഉപേക്ഷിച്ച് മടങ്ങാൻ തോന്നുകയില്ല. കാരണം അതൊരു എറ്റേണലി അവന്റെ ഉള്ളിലേക്ക് വെളിപ്പെട്ട് വരുന്ന ഒരു ഉപദേശമാണത്. ഐ ആം നത്തിങ് ഗുഡ് ഫോർ നത്തിങ്. അപ്പോൾ ഒരു വിശുദ്ധന്റെ ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറയുന്നത് ഞാൻ ഒന്നിനും ഗുണമുള്ളവനല്ലെന്ന് സ്വയമുള്ളൊരു തിരിച്ചറിവാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ക്രിസ്തു ആണ് എന്റെ വിശുദ്ധീകരണം എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പൊ ഡോക്ട്രിനിൽ എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയാൽ, ഉപദേശത്തിൽ ഏതെങ്കിലും ഒരു വള്ളിപുള്ളിയുടെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, ഈ മഹത്വം മുഴുവൻ ആരിലേക്ക് വരും? മനുഷ്യരിലേക്ക് വരും. നമ്മൾ സ്വയം പുകഴുന്നവരും വേറെ ആരെയും വളർത്താൻ വിടാത്തവരുമായിരിക്കും. നിങ്ങൾക്കറിയാമോ, ഇന്ന് ഏകാധിപതികളുള്ള സഭകൾ, ഈ ഏകാധിപതികളുള്ള സഭകളിൽ ഒരാൾ പോലും വളരാൻ പറ്റത്തില്ല. എത്ര വർഷം കഴിഞ്ഞാലും അവർ ശിശുക്കളെ പോലെ പാല് കുടിച്ചുകൊണ്ട് നടക്കുകയുള്ളൂ. കാരണം അവരെ ആരെയും കർത്താവിന്റെ അടുത്തേക്ക് ഇവർ വിടില്ല. മാൻ സെൻട്രിക് ചർച്ചസ് പ്രിവെന്റ് പീപ്പിൾ ഫ്രം ഗോയിങ് ടു ദ ഷെപ്പേർഡ്. കഴിഞ്ഞ ദിവസം ഈ കേരളത്തിലുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഒരു സഹോദരി അവരെ പണ്ട് നടത്തിയല്ല ഇപ്പോൾ നടത്തുന്ന പാസ്റ്ററോട് പറഞ്ഞു, എന്നോട് കർത്താവ് ഇങ്ങനെയൊക്കെ സംസാരിച്ചു പാസ്റ്ററെ എന്ന് പറഞ്ഞപ്പോ പാസ്റ്റർ ചോദിക്കുവാണ്, ആഹാ അപ്പം ഞങ്ങളൊന്നും ഇല്ലാതെ ഇപ്പൊ നേരിട്ടായോ പരിപാടി എന്ന് കർത്താവുമായിട്ട്? ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി ഇതിനേക്കാൾ ഗുരുതരമായ ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ എറണാകുളത്ത് അറിയപ്പെടുന്ന ഒരു പ്രോസ്പെരിറ്റി ചർച്ചിലെ പാസ്റ്റർ, ആ പാസ്റ്ററുടെ പുറകെ നിന്ന് മാറാത്ത ഒരു പയ്യൻ, അടിമ. അപ്പം ഈ പാസ്റ്ററുടെ അഭിഷേകം ആരിലേക്ക് വരേണ്ടതാണ്? ഈ അടിമ പയ്യനിലേക്ക് വരേണ്ടതാണ്. പാസ്റ്ററുടെ സൂട്ട് കേസ് എടുക്കുക, പാസ്റ്ററുടെ വണ്ടി ഓടിക്കുക, പാസ്റ്ററുടെ മുടി ചീകി കൊടുക്കുക, പാസ്റ്ററുടെ ബൈബിൾ എടുത്ത് കൈ പിടിച്ചു കൊടുക്കുക, ഇങ്ങനത്തെ ശുശ്രൂഷ. പക്ഷെ ആളൊരു ആക്സിഡന്റിൽ മരിച്ചുപോയി. സംഭവിക്കരുതല്ല, ഇത്രയും വലിയ അനോയിന്റഡ് ആൾക്ക് ശുശ്രൂഷ ചെയ്തിട്ട് ആള് ചെറുപ്പത്തിലെ മരിച്ചു പോയാൽ എന്ത് മറുപടി പറയും? പാസ്റ്ററോട് ഒരാൾ ചോദിച്ചു, എന്ത് സംഭവിച്ചു ഇങ്ങനെ ഒരാൾ മരിച്ചു പോയതെന്ന് പറഞ്ഞാൽ പാസ്റ്റർ പറയാം, അതെ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചപ്പോ ഞാൻ ഒരു നിമിഷം ഒന്ന് മയങ്ങിപ്പോയി, അതുകൊണ്ട് സംഭവിച്ചതെന്ന്. അപ്പോ ആ ആളുകളെല്ലാം ജീവനോട് ഇരിക്കാനുള്ള കാരണം എന്താ? ഇയാൾ മയങ്ങി പോകാത്തതാണ്. നമ്മുടെ ഭാഗ്യം നമുക്കിങ്ങനെ മയങ്ങുകയും ഉറങ്ങുകയും ചെയ്യാത്ത ഒരു കർത്താവ് സ്വർഗത്തിലുള്ളത്. ഇവിടെ ഏതെങ്കിലും ഒരാൾ കർത്താവിനെ അന്വേഷിച്ച് പോവോ? നിങ്ങൾ പറ, ഈ ഒരു അന്ധകാരത്തിനകത്ത് ഇന്ന് പെന്തക്കോസ്ത് ഉണ്ടാക്കി വിട്ടിരിക്കുന്ന ഏകാധിപത്യ പാസ്റ്റർമാർ, എനിക്ക് മാത്രമേ ആത്മാവുള്ളൂ എന്ന് വിശ്വസിക്കുന്നവർ, സഭയിലേക്ക് ആത്മാവിന്റെ പരിജ്ഞാനം അനുവദിക്കാത്തവർ, ഞാൻ പറയുന്ന കേട്ടോണം അടങ്ങിയിരുന്നോണം മെക്കാനിസമുള്ള പാസ്റ്റർമാരാരും ആത്മാവിനാൽ നടത്തപ്പെടുന്നവരല്ല, ക്രിസ്തുവിന്റെ ആത്മാവുള്ളവരല്ല. അവർ സ്വന്തം ആത്മാവിനാൽ ചൂട് പിടിച്ചവർ, മനസാക്ഷിക്ക് ചൂട് പിടിച്ച കള്ളദാസന്മാരാണ്. എന്നിലൂടെയാണ് എൻ്റെ ഈ സഭ നടക്കേണ്ടത്. പണ്ട് ഇനി ഒരു എക്സാമ്പിൾ ഉണ്ട്. ഒരു പാസ്റ്റർ എന്നോട് 2004 പറഞ്ഞതാണ്, ആ അച്ചായന് സഭയുടെ പാസ്റ്റർ ആകണമെന്ന് ആഗ്രഹം എന്ന് എനിക്ക് തോന്നുന്നേ. അടുത്ത വാക്യം, എന്റെ ഭാര്യയുടെ ഭർത്താവ് ഞാനല്ലേ ആവുള്ളൂ, ഈ സഭയുടെ പാസ്റ്റർ എങ്ങനെ പുള്ളി ആകുന്നതെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മൈ ചർച്ച് ഈസ് മൈ ബ്രൈഡ് എന്നാണ്. അപ്പൊ ആരാ അതിന്റെ തലയും മണവാട്ടി? ഈ മനുഷ്യൻ. അയാൾ പോയാൽ പിന്നെ സഭ ഇല്ല. ഇന്ന് 90%, ഞാൻ ശതമാനം ഒത്തിരി പറഞ്ഞു, അങ്ങനെ പറയുന്നതിലൊന്നും കാര്യമൊന്നുമില്ല, നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല, എന്നാലും പറയുക, ഈ മിക്കവാറും എല്ലാ സഭകളിലും അവിടുത്തെ പാസ്റ്റർ തട്ടിപ്പോയാൽ ആ സഭ തീർന്നു. ബിക്കോസ് നോ വൺ എൽസ് ഈസ് എക്വിപ്ഡ്, നോ വൺ എൽസ് ഹാസ് ദാറ്റ് കരിസ്മ. മനുഷ്യരുടെ കരിസ്മയിൽ പണിതെടുക്കുന്ന ചർച്ചകളെല്ലാം അവർ പോകുമ്പോൾ ഛിന്ന ഭിന്നമാകും. അതുകൊണ്ട് ചർച്ചുകൾ ആളുകളെ ബഹുമാനിക്കുന്നതിലേക്ക്, ദൂതന്മാരെ നമസ്കരിക്കുന്നതിലേക്ക്, അത് ഇന്ന് ഈ കൊലോസി ലേഖനത്തിൽ പറയുന്ന വേറൊരു കാര്യമാണ് ദൂതന്മാരെ നമസ്കരിക്കുക എന്ന് പറയുന്നത്, അല്ലെ? ദൂതന്മാരെ താഴ്മയിലും ദൂതന്മാരുടെ ആരാധനയിലും രസിക്കുന്നവർ. എന്താ ഈ ദൂതന്മാരുടെ ആരാധനയിൽ രസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്കറിയാം, ഈ ലോകത്തിൽ ഒരു കമ്മ്യൂണിറ്റിയും ദൂതന്മാരെ ആരാധിക്കുന്നില്ല. കത്തോലിക്കരാണ് പിന്നെയും ദൂതനെ ഇടയ്ക്കിടയ്ക്കൊക്കെ
റപ്പേൽ മാലാഖ, എന്താ ഗബ്രിയേൽ മാലാഖ എന്നൊക്കെ പറയുന്നത്. പക്ഷെ അവരാരും ഇവരെ ആരാധിക്കുന്നൊന്നുമില്ല. വല്ല മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുന്നുള്ളതല്ല. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൂതന്മാരെ ആരാധിക്കുന്നവരാണ്. ശരിക്കും നമ്മൾ ആരാധിക്കുന്നത് ഈ സ്വർഗീയ ദൂതന്മാരെ അല്ല, ഈ ദൂത് കൊണ്ടുവരുന്ന മനുഷ്യരെയാണ്. എന്തൊരു ബഹുമാനമാണ് ഈ പാസ്റ്റർമാരെ കാണുന്നത്. വിറയ്ക്കുവാണ്. അവരൊന്ന് കാണാൻ പറ്റിയല്ലോ, ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ പറ്റിയല്ലോ എന്നൊക്കെ നിർവൃതി അണയുന്ന ആൾക്കാരാ, അടിമ വർഗം. സഹോദരങ്ങളെ, ആ ദൂതന്മാരെ വണങ്ങുന്നത് അവർ വലിയ വിശുദ്ധന്മാരാന്ന് വിചാരിച്ചാ. നിങ്ങളെക്കാളും ഒട്ടും ഭേദമല്ല ഇവരാരും. വഞ്ചിക്കപ്പെടരുത്. നമ്മളെല്ലാം കണക്കാണ്. ഓൾ ആർ മാത്തമാറ്റിക്സ്. നിങ്ങളുടെ ഉള്ളിലുള്ള സ്വഭാവമൊക്കെ ഞങ്ങളുടെ ഉള്ളിലുണ്ട്. ഞാൻ നിങ്ങളെക്കാൾ ഒട്ടും വിശുദ്ധനായ ആളല്ല. ഇങ്ങനൊരു പാസ്റ്റർ എന്ന് ചെയ്യുമെന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഉള്ള കാര്യം പറഞ്ഞല്ലേ പറ്റുള്ളൂ. പക്ഷെ കൃപാവരങ്ങളിൽ വ്യത്യാസം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. എന്നേക്കാൾ വിശുദ്ധരായവർ എന്റെ മുമ്പിൽ ഉണ്ടാകാം, എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. ഐ ഹാവ് നോ മീൻസ് ടു നോ. എനിക്കത് അറിയാൻ പറ്റില്ല. ദൈവവും നിങ്ങളും തമ്മിലുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ച് ഒരു കാര്യം അറിയുള്ളൂ, എനിക്ക് വചനത്തിന്റെ വെളിപ്പാട് കർത്താവ് തന്നുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നു. ആസ് എ വീക്ക് വെസൽ, ഗുഡ് ഫോർ നത്തിങ് ബട്ട് ഓൺലി ബൈ ദ ഗ്രേസ്. അപ്പോൾ ഈ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇഫ് എ മാൻ ഈസ് അസ്യൂമിങ് ഇമ്പോർട്ടൻസ് ഇൻ എ ചർച്ച്, ദാറ്റ് ഈസ് നോട്ട് ദ ചർച്ച് ഓഫ് ദ ലോർഡ്, ഇറ്റ് ഈസ് ഹിസ് ചർച്ച്, ഹിസ് ബ്രൈഡ് ആൻഡ് ഹിസ് ബോഡി. ഇപ്പൊ വൺ മാൻ ചർച്ചുകളുടെ പ്രത്യേകതയാണ്. ഞാൻ ഒരു ചർച്ച ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ പാസ്റ്ററാണ് പ്രാർത്ഥിച്ച് സഭാരാധന തുടങ്ങുന്നത്, പാസ്റ്ററാണ് പാട്ട് പാടാൻ ലീഡ് ചെയ്യുന്നത്, പാസ്റ്റർ മകനുമുണ്ട്. മകൻ കീബോർഡ് പ്ലേ ചെയ്യുന്ന മകനാണ്. പിന്നെ സങ്കീർത്തനം വായിക്കുന്ന പാസ്റ്ററാണ്, പ്രസംഗിക്കുന്ന പാസ്റ്ററാണ്, പിന്നെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന പാസ്റ്റർ തന്നെയാണ്, പിന്നെ അവസാനത്തെ മെയിൻ പ്രാർത്ഥനയും പ്രസംഗവും പാസ്റ്റർ തന്നെയാണ്, അവസാനം പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതും പാസ്റ്ററാണ്. ഇങ്ങനത്തെ ഒരു സഭ ഞാൻ ആദ്യമായിട്ട് കണ്ടുള്ളൂ. ഇടയ്ക്ക് പ്രാർത്ഥിക്കാനെങ്കിലും ആരെങ്കിലും ഏൽപ്പിക്കാറുണ്ട്. അപ്പൊ ഞാൻ ആ പാസ്റ്ററോട് ഇത് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്റെ പാസ്റ്ററെ, ആരെങ്കിലും ഒരു മനുഷ്യൻ, ഇത്രയും ആൾക്കാരുള്ള സഭയല്ലേ, ഒരു 2 മിനിറ്റ് ഒരു സാക്ഷ്യം, ഒരു വചനത്തിൽ നിന്നുള്ള ഒരു പ്രബോധനം എന്തുകൊണ്ടാണ് സമ്മതിക്കാന്ന് വെച്ചപ്പോൾ ആ പാസ്റ്റർ എന്നോട് പറയാണ്, 3 വർഷമാണ് ഞങ്ങളുടെ കാലാവധി, ഞാൻ 2.5 വർഷം ഒരു കുഴപ്പമില്ലാതെ ഈ സഭ കൊണ്ടുപോയി, ഇനി 6 മാസം കൂടെ ഉള്ളൂ, ഇനി ഏതെങ്കിലും ഒരുത്തനെ ഒരു സാക്ഷ്യമോ പ്രബോധനമോ പറയാൻ അനുവദിച്ചിട്ട് വേണം ഈ സഭയിൽ അടിയും ബഹളം ഉണ്ടാവാൻ. അതുകൊണ്ട് ഈ 3 വർഷം ഞാൻ ഒരുത്തനെയും സ്റ്റേജിൽ കയറ്റാൻ പോകുന്ന പ്രശ്നമില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, 40 വർഷമായിട്ട് ഈ സഭ തുടങ്ങിയിട്ട് എന്തുമാത്രം പൈസയാണ് ഈ ജനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ഈ പാസ്റ്റർമാർക്കുള്ള വരുമാനം, അല്ലെ, മാസ ശമ്പളം, കെട്ടിടം പണിയാനുള്ള പണം, അത് ബാൽക്കണിയുള്ള ചർച്ചാണ്. അപ്പൊ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ബാൽക്കണിയിൽ, അതെല്ലാം പണിത് ആരാ? ഈ വിശ്വാസികളുടെ പണം. പിന്നെ സെൻട്രലിലോട്ട് അയച്ചു കൊടുക്കുന്ന പണം, അവിടുത്തെ കൺവെൻഷന് വേണ്ടി കൊടുക്കേണ്ട പണം. ഇങ്ങനെ ഈ പണം എല്ലാം കൊടുത്ത് പണം പോട്ടെ, സമയം, എന്തുമാത്രം സമയം ഈ പാസ്റ്റർമാരുടെ പ്രസംഗം കേട്ടോണ്ടിരുന്ന, ഇന്ന് നന്നാവും നാളെ വിടുതൽ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര വർഷങ്ങൾ, 40 വർഷം. ഈ 40 വർഷം ചർച്ചിൽ പോയി, 40 വർഷം പ്രസംഗം കേട്ട്, 40 വർഷം ട്രാഫിക്കിനകത്തോടെ കാർ ഓടിച്ച്, ഉള്ള പൈസ മുഴുവൻ മുടക്കി, അവസാനം കിട്ടി തന്നെ എന്നറിയോ? ആത്മീക വളർച്ച. എഴുന്നേറ്റ് 2 വാക്ക് പറഞ്ഞാൽ സഭയിൽ അടിയായിരിക്കും. ഇതാണ് വളർന്നത്. നഷ്ടക്കച്ചവടം അല്ലേ അത്? നഷ്ടക്കച്ചവടം അല്ലേ? LKG പോയിരുന്നെങ്കിൽ പോലും ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിച്ചേനെ. 40 വർഷം കഴിഞ്ഞപ്പോൾ, 40 വർഷം മുമ്പ് ഇയാൾ എങ്ങനെയായിരുന്നോ അതിനേക്കാളും വഷളായി, വൈരാഗ്യബുദ്ധിയായി, സഹോദരങ്ങളെ കാണാൻ വയ്യാതായി. എന്താണ് ഈ സഭകൾ ജനങ്ങൾക്ക് നൽകുന്നതെന്ന് ആലോചിച്ച് നോക്കി. വേസ്റ്റ്. ഞാനിന്ന് പലരോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ചർച്ചിൽ പോകുന്ന വേസ്റ്റ് ആണ്, വിട്ടിട്ട് പോ. വൈ ആർ യു അഫ്രൈഡ്? ഞാൻ കഴിഞ്ഞ ദിവസം PYPയുടെ ഒരു ക്യാമ്പിന് ഞാൻ പറഞ്ഞു പിള്ളേരോട്, നിങ്ങൾ പാസ്റ്റർമാരെ വഴി തടഞ്ഞിട്ട് ചോദിക്കണം, കർത്താവിനെ കുറിച്ച് ഒന്ന് പറ, പ്രസംഗിക്ക്, ഒരു ദിവസം, മാസത്തിൽ ഒരിക്കലെങ്കിലും. ഇല്ലെങ്കിൽ പരിപാടി നിർത്തല്ല, ഞങ്ങൾ പൊക്കോളാം, എവിടെയെങ്കിലും ഒന്ന് പറ, ധൈര്യമായിട്ട് പറ, ഇറങ്ങിപ്പോ. ഇല്ലെങ്കിൽ എന്തിനാണ് കർത്താവ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ പോയി ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്? വി നീഡ് ടു ടേക്ക് ബോൾഡ് സ്റ്റാൻഡ് ആൻഡ് സ്പീക്ക് ടു ദ പാസ്റ്റേഴ്സ്. അവരോട് പറയണം, നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് പറ, രക്ഷയെ കുറിച്ച് പറ. അപ്പം നിങ്ങൾക്കും ഇത്രയും നേരം ഞാൻ സംസാരിച്ച് മനസ്സിലായി കാണും, ഈ പെന്തക്കോസ്തിൽ എവിടെ പാളിച്ച പറ്റിയിരിക്കുന്നു. മൊത്തം നോക്കി എവിടെ നിന്നാ തുടങ്ങേണ്ടതെന്ന് എനിക്ക് അറിയാൻ മേലാത്ത അവസ്ഥയാണ്. ഈ ക്രിസ്തുവിനെ തള്ളിക്കളയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സെൽഫ് അസ്യൂമിങ്, അതായത് സ്വയം പ്രാധാന്യം അസ്യൂം ചെയ്യുന്ന പാസ്റ്റർമാർ, മധ്യസ്ഥന്മാർ, അഭിഷിക്തന്മാർ. ഇതാണ് ഏറ്റവും വലിയ അപകടം. അതുകൊണ്ടാണ് ഉപദേശങ്ങളെല്ലാം താറുമാറായി പോയത്.
നിങ്ങളിൽ പലരും എന്നെ ബഹുമാനിക്കുമെങ്കിൽ അതിന്റെ ഒരു കാരണം നിങ്ങളെക്കാൾ നല്ല ജീവിതമാണ് ഞാൻ ജീവിക്കുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ്. അതങ്ങ് എടുത്ത് മാറ്റി ഇയാളും ഞങ്ങളും ഒക്കെ കണക്കാന്ന് നിങ്ങളുടെ ഹൃദയത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ ബഹുമാനമൊക്കെ പോകും. അത് പോണം. കാരണം സത്യമാണ്, ക്രിസ്തു അല്ലാതെ ആരും ആരാധനയ്ക്ക് യോഗ്യനല്ല. ക്രിസ്തു അല്ലാതെ ആരും പെർഫെക്റ്റുമല്ല. നമുക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബലഹീനതകൾ പരിഹരിക്കുകയും ഒരാൾ തെറ്റിൽ കണ്ടാൽ അവനെ തിരുത്തുകയും, അത് മൂപ്പനായാലും യജമാനായാലും പാസ്റ്റർ ആയാലും തിരുത്തുകയും വേണം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഇതാണ്, ഉപദേശത്തിൽ എവിടെയെങ്കിലും ഒരു പാളിച്ച വന്നാൽ വലിയ അപകടമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഈ ഉപദേശ രൂപം ഉണ്ടായി വന്നതെന്നും കൂടെ ഞാൻ നിങ്ങളോട് പറയേണ്ടത് ആവശ്യമാണ്. അതായത് എങ്ങനെയാണ് നമുക്കൊരു ഡോക്ട്രിൻ ഉണ്ടായത്? ഇന്ന് പലതരത്തിലുള്ള ഡോക്ട്രിൻസ് നമ്മുടെ സഭയിൽ പടരാനുള്ള കാരണം എന്താണ്? ഇപ്പൊ എനിക്ക് കുറച്ച് ബുദ്ധി ഉണ്ടെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ എന്റെ സഭയിൽ ഞാൻ പ്രസംഗിക്കുകയാണ് കുറെ ഉപദേശങ്ങൾ. അപ്പൊ ഈ സഭയിൽ ഇരിക്കുന്ന വിശ്വാസികൾ എന്താ വിചാരിക്കുന്നത്? പാസ്റ്റർ നല്ല മനുഷ്യനായതുകൊണ്ടും പാസ്റ്റർ വിശുദ്ധ ജീവിതം നയിക്കുന്ന ആളാണെന്ന് തോന്നുന്നത് കൊണ്ടും പാസ്റ്റർ നല്ല കൺവിൻസിംഗ് ആയിട്ട് വചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് കൊണ്ടും ഈ പുള്ളി പറയുന്നതെല്ലാം ശരിയാണെന്നാണ് ഈ സഭയിലുള്ള വിശ്വാസികളെല്ലാം ചിന്തിക്കുന്നത്. ആണോ? അല്ലെ? അപ്പൊ ഞാനൊരു പണി ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉപദേശിക്കുന്ന ഉപദേശങ്ങളുടെ ഫൗണ്ടേഷൻസ്, അതായത് അതിന്റെ അടിസ്ഥാന തിയോളജി, അത് എവിടെ നിന്ന് വന്നുവെന്നും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഏതെല്ലാം പുസ്തകങ്ങളിലുണ്ടെന്നും ഏതെല്ലാം ചർച്ചുകൾ വിശ്വസിക്കുന്നുണ്ടെന്നും കൂടെ ഞാൻ അവരോട് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് പോയി വെരിഫൈ ചെയ്യാം ഈ മനുഷ്യൻ പറയുന്നതൊക്കെ ലോകത്തിലുള്ള കാര്യമാണോ അതോ പുള്ളി ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരുത്തൻ നിങ്ങളൊരു തിയോളജി പറയുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ ചോദിക്കണം, ഈ തിയോളജി വിശ്വസിക്കുന്ന ഏതെങ്കിലും ചർച്ച് ഉണ്ടോ? അന്നേരം പറയില്ല, എനിക്ക് തോന്നിയതാണ്, ബൈ ബൈ, ഗുഡ് ബൈ. കാരണം എന്താ? അത് അയാൾക്ക് തോന്നിയതാണെങ്കിൽ വലിയ അപകടമാണ്. ഞാനൊരു എക്സാമ്പിൾ അതിനു വേണ്ടി പറയാം. ഈ അടുത്ത കാലത്ത് ഗേറ്റ് മിനിസ്ട്രീസ് എന്ന് പറഞ്ഞൊരു മിനിസ്ട്രി ഇറങ്ങിയായിരുന്നു. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട് ഗേറ്റ് മിനിസ്ട്രീസ്? കേട്ടിട്ടുള്ളവരൊന്ന് കൈപൊക്കിക്ക്. ഗേറ്റ് മിനിസ്ട്രീസ് നിങ്ങൾ അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല എങ്കിലും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അവരുടെ മെസ്സേജസ് വരുന്നുണ്ടായിരിക്കും. ഇതെല്ലാം എത്ര നല്ല മെസ്സേജസ് ആണെന്ന് വിചാരിച്ച് നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. അതാണ് ഇതിന്റെ തമാശ. ഗേറ്റ് മിനിസ്ട്രീസ് ഇവരുടെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആവുന്നത്ര മൊബൈൽ ഫോണുകൾ ശേഖരിക്കുക, നമ്പറുകൾ ശേഖരിക്കുക, എല്ലാവരെയും ഗ്രൂപ്പ് അടിച്ച് മെസ്സേജ് വിടുക. ഉപദേശം വളരെ ലളിതമാണ്. അവരുടെ ഉപദേശം ഇത്രയേ ഉള്ളൂ: റോമാ ലേഖനം മുതൽ ഫിലമോന്റെ ലേഖനം വരെ പൗലോസ് എഴുതിയ ലേഖനങ്ങൾ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. ബാക്കിയുള്ളതൊന്നും നമുക്കുള്ളതല്ല. നമുക്ക് പൗലോസ് എന്ന ഒരൊറ്റ അപ്പോസ്തലനേ ഉള്ളൂ. ബാക്കിയെല്ലാം യഹൂദന്മാരുടെ അപ്പോസ്തലന്മാരാണ്. അവരുടെ ഗോത്രങ്ങളെ ന്യായം വിധിക്കാനുള്ളതാണ്. അതുകൊണ്ട് യാക്കോബിന്റെ ലേഖനവും യോഹന്നാന്റെ ലേഖനവും പത്രോസിന്റെ ലേഖനവും ഒന്നും നമുക്കുള്ളതല്ല. എത്ര പേരാ ഇത് വിശ്വസിക്കുന്നറിയോ ഈ പെന്തക്കോസ്തുകാരുടെ ഇടയില്? നിങ്ങൾ കേട്ടുപോലില്ലായിരിക്കും, പക്ഷെ നിങ്ങളുടെ മൊബൈൽ ഫോൺ എന്നെ കാണിക്കാമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അതിനകത്ത് ആ മെസ്സേജ് കാണും. അത് പലരും അയക്കുന്നത്. അത് ആരാന്നൊന്നും മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ അയാളോട് ചോദിക്കുകയാണ്, ഇത് വിശ്വസിക്കുന്ന ഏത് സഭയുണ്ട് ഈ ലോകത്തിൽ? ആരുമില്ല. ഒരു മെയിൻ സഭയും ഇല്ല. അപ്പൊ ഈ ഉപദേശം എവിടെ നിന്ന് വന്നതാ? പുള്ളിയുടെ തലയ്ക്കകത്ത് തോന്നിയതാ. അത് എഗ്രി ചെയ്യുന്ന വേറൊരു സാക്ഷിയില്ല. അത് എഗ്രി ചെയ്യുന്ന ഒരു മെയിൻ ലൈൻ ചർച്ചില്ല. അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് മാർക്ക് ചെയ്യാം, ഇത് ഈ പുള്ളി ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ്, എനിക്കത് വിശ്വസിക്കാനുള്ള ബാധ്യതയില്ല. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? ഇനി വേറൊരു ഉപദേശം ഒരാൾ പറയാണ്, യേശു ക്രിസ്തു ദൈവം അല്ല. അപ്പൊ അത് ടെസ്റ്റ് ചെയ്യാനും എനിക്കൊരു വഴിയുണ്ട്. ഇതെങ്ങനെയാണ് ശരിയായ ഡോക്ടറിനാണോ എന്ന് ബൈബിൾ ഒന്നും തുറക്കാതെ പരിശോധിക്കാതെ മനസ്സിലാകുന്നത്? നമ്മൾ AD 1-ാം നൂറ്റാണ്ട് മുതൽ, അതായത് ബൈബിൾ എഴുതപ്പെട്ട കാലം മുതൽ 2021 വരെയുള്ള ലോകത്തിലെ മെയിൻ ലൈൻ ചർച്ചസ്, ആ ചർച്ചസ് നമ്മൾ ആദ്യം നോക്കുവാണെങ്കിൽ ഈ സഭകൾ കുറെ കൗൺസിലുകൾ കൂടിയായിരുന്നു. കൗൺസിലുകൾ കൂടിയിട്ട് ഈ സഭകൾ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് കൗൺസിലുകൾ കൂടിയിട്ട് ഉപദേശങ്ങൾ വേർതിരിച്ചായിരുന്നു. നിങ്ങൾക്കറിയാം, നിക്കാ വിശ്വാസ പ്രമാണം, അങ്ങനെയൊക്കെയുള്ള പ്രമാണങ്ങൾ ഉണ്ടായിരുന്നു അന്ന്. ആ കൗൺസിലുകളിൽ കണ്ടം ചെയ്യപ്പെട്ട വിശ്വാസങ്ങൾ, അതായത് ഇത് ദുരുപദേശം എന്ന് അന്ന് ചർച്ചുകൾ പറഞ്ഞ എല്ലാ ഉപദേശങ്ങളും ഇന്നും ദുരുപദേശമായി തന്നെയാണ് നിലനിൽക്കുന്നത്. ഇതൊരു അത്ഭുതമായിട്ട് നമുക്ക് തോന്നാം, പക്ഷെ സത്യമാണ്. അത് വെറും റോമൻ കത്തോലിക്ക സഭയായിരുന്നു, അല്ലെങ്കിൽ ഒരു വിവരവും ഇല്ലാത്ത സഭയായിരുന്നു. പക്ഷേ അവരെന്തിനെല്ലാം ദുരുപദേശം എന്ന് വിളിച്ചോ, 20-ാം നൂറ്റാണ്ട് വരെ എന്തിനെല്ലാം ഒരു ദുരുപദേശം എന്ന് വിളിച്ചോ, അതെല്ലാം ഇന്നും ദുരുപദേശമായിട്ട് ഇരിക്കുന്ന. കത്തോലിക്കര് മാത്രമല്ല, ഈ പ്രൊട്ടസ്റ്റന്റുകാരും റിഫോർമേഷൻകാരും അല്ല. ഞാനതൊന്ന് വിശദീകരിക്കാം എന്തുകൊണ്ടാണ്.
യേശുക്രിസ്തു ദൈവമല്ല എന്ന് വാദിച്ച അനേകം ആൾക്കാരുണ്ട്. അറിയൂസ് എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രജ്ഞൻ എന്ന് വിളിക്കുന്ന ഒരാളുണ്ടായിരുന്നു, ടീച്ചർ ഉണ്ടായിരുന്നു. അയാളെ സഭ പുറത്താക്കി. യേശുക്രിസ്തുവിന്റെ നേച്ചറിനെ കുറിച്ച് ദുരുപദേശം പറഞ്ഞ ആളായിരുന്നു നെസ്റ്റോറിയസ്, അയാളെ പുറത്താക്കി. അങ്ങനെ അനേകം ദുരുപദേശങ്ങൾ. സെബേലിനിസം എന്ന് പറയുന്നൊരു ദുരുപദേശം പഴയ നിയമത്തിൽ പിതാവായും പുതിയ നിയമത്തിൽ പുത്രനായും പരിശുദ്ധാത്മാവായി ഇപ്പോൾ സഭായുഗത്തിലും ഒരു ദൈവം തന്നെ മൂന്നായിട്ട് വരുന്നു, ഒരു ദൈവം മൂന്ന് വ്യക്തികളില്ല, മൂന്ന് രീതിയിൽ വരുന്നു എന്ന് പഠിപ്പിക്കുന്ന യേശുവിൻ നാമക്കാര്, അവരെ സബേലിയൻ ഹെറസി, മൊണാർക്കിൻ മോഡലിസം എന്ന് പറയും. മോഡലിസം ഇതിനെയൊക്കെ 4-ാം നൂറ്റാണ്ടിൽ തന്നെ കണ്ടം ചെയ്തതാണ്. അതിനു മുമ്പ് ആ നൂറ്റാണ്ട് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, എല്ലാ കണ്ടംപ്റ്റ് ഡോക്ട്രിൻസ് ആണ്. ഇതൊന്നും സഭ പിന്നെ ഒരിക്കലും തിരിച്ചെടുത്തിട്ടില്ല. പ്രൊട്ടസ്റ്റന്റ് സഭ ആയപ്പോൾ പോലും, സഭ കത്തോലിക്ക സഭയിൽ നിന്ന് വേർപെട്ട് മാറിയപ്പോൾ പോലും ഈ സഭാ ചരിത്രത്തിൽ കണ്ടം ചെയ്യപ്പെട്ട ഉപദേശങ്ങളൊന്നും തിരിച്ചെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. കാരണം എപ്പോഴും സഭ റീഇൻവെന്റ് ചെയ്താണ് ഈ ഡോക്ടറിന്റെ സെന്ററിലേക്ക് വന്നത്. അതെങ്ങനെയാണ് അതിന്റെ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അഗസ്റ്റിന്റെ കാലത്ത്, അഗസ്റ്റിൻ എന്ന് പറയുന്ന ഹിപ്പോ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ബിഷപ്പായിരുന്നു. അഗസ്റ്റിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാത്തലിക് ചർച്ചിന്റെ ഒരു വിശുദ്ധനുമാണ്. സെയിന്റ് അഗസ്റ്റിൻ എന്ന് അവർ വിളിക്കുന്നത്. ഈ സെയിന്റ് അഗസ്റ്റിൻ ഒരു നല്ലൊരു തിയോളജിയനായിരുന്നു. അദ്ദേഹം കൃപയാലുള്ള വീണ്ടെടുപ്പിനെ കുറിച്ച് ആദ്യം പറയുന്നത് അപ്പോസ്തലിക കാലഘട്ടം കഴിഞ്ഞാൽ, പൗലോസും യോഹന്നാന്റെയും ആ കാലഘട്ടം കഴിഞ്ഞാൽ സഭാചരിത്രത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും ഈ പോളൈൻ തിയോളജി, ജോഹനൈൻ തിയോളജി എടുത്തിട്ട് കൃപയാലാണ്, പ്രവൃത്തികളാലല്ല ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നതെന്ന് ആദ്യം ഒരു വ്യക്തമായ തിയോളജി ഉണ്ടാക്കിയത് അഗസ്റ്റിനാണ്. അപ്പോൾ റോമൻ കത്തോലിക്ക ചർച്ചിൽ ആ വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നീട് വർഷങ്ങൾ കൊണ്ടാണ് ഈ വിശ്വാസം ഇല്ലാതായി പോയത്. മാർട്ടിൻ ലൂതർ മുമ്പോട്ട് വരുമ്പോൾ, അതായത് റീഫോർമേഷൻ വരുമ്പോൾ, മാർട്ടിൻ ലൂതർ ഈ അഗസ്റ്റിൻ പറഞ്ഞ കാര്യങ്ങളാണ് പൗലോസിന്റെ റോമാലേഖനം വ്യാഖ്യാനം, ഗലാത്യ ലേഖനം വ്യാഖ്യാനം ഒക്കെ അദ്ദേഹം ചെയ്യുമ്പോൾ ഈ അഗസ്റ്റിനും കൂടെ പറഞ്ഞ ഉപദേശം കൂടെ ഉപയോഗിച്ചാണ് മാർട്ടിൻ ലൂതർ കണ്ടംപ്റ്റ് ഡോക്ട്രിൻസ് അല്ല എടുത്തത്, സഭ അംഗീകരിച്ച ഡോക്ട്രിൻസ് തന്നെയാണ് എടുത്തത്. അങ്ങനെയാണ് മാർട്ടിൻ ലൂതർ പറഞ്ഞത്, കൃപ മാത്രം, വിശ്വാസത്താലാണ് ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത്, പ്രവൃത്തികളാൽ അല്ല എന്ന് മാർട്ടിൻ ലൂതർ പറയുമ്പോൾ ഓൾറെഡി റോമൻ കത്തോലിക്ക വിശുദ്ധനായ അഗസ്റ്റിൻ അത് പുസ്തകമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിന് മുൻപുള്ള കാലഘട്ടത്തിൽ തന്നെ അപ്പോസ്തലിക ലേഖനങ്ങളിലും അത് അതുപോലെ തന്നെ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മാർട്ടിൻ ലൂതർ പുതുതായിട്ടൊന്നും കൊണ്ടുവന്നില്ല എന്ന് തന്നെ പറഞ്ഞത്. അതായത് ഒരു കണ്ടംപ്റ്റ് ഡോക്ട്രിൻ എടുത്തുകൊണ്ട് വന്നില്ല. ഈ അഗസ്റ്റിന്റെ കാലത്ത് പെലേജിയസ് എന്ന് പറഞ്ഞൊരുത്തനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മനുഷ്യൻ പാപിയായിട്ടൊന്നുമല്ല ജനിക്കുന്നത്, അവൻ നല്ലത് ചെയ്യാനുള്ള കഴിവ് അവനുണ്ട്, അവൻ നന്നായി 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 നല്ലവനായി സ്വർഗത്തിൽ പൊക്കോളും, അവസാനം പിശാച് വരെ മാനസാന്തരപ്പെട്ട് സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞു. മനുഷ്യന്റെ പ്രവൃത്തികളാണ് പ്രധാനമെന്ന് പറഞ്ഞ പെലേജിയസിന്റെ ഉപദേശത്തെ ദുരുപദേശമായി സഭ പ്രഖ്യാപിച്ചു. അഗസ്റ്റിന്റെ കാലത്ത് അയാളെ നാട് കടത്തി. അതൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇതെല്ലാം ഉപദേശവും തിരിച്ചു വന്നിട്ടുണ്ട്. അന്ന് കണ്ടംപ്റ്റ് ഡോക്ട്രിനായി എന്തിനെല്ലാം ഉപേക്ഷിച്ചോ അതെല്ലാം 1 by 1 ആയിട്ട് ഇന്ന് തിരിച്ചു വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇന്ന് നമ്മൾ പുതിയതായിട്ട് ഇവന്മാർക്കൊന്നും ഒരു പുതിയ ദുരുപദേശം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇതെല്ലാം പണ്ട് കാലത്ത് വിവരമില്ലാത്തവരും വിവരമുള്ളവരും ഒക്കെ പറയുകയും സഭ കണ്ടം ചെയ്യുകയും ചെയ്ത ഉപദേശങ്ങളാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്ന വലിയൊരു പങ്കും മടങ്ങി വന്ന ഉപദേശങ്ങൾ. യഹോവസാക്ഷികളുടെ ഉപദേശം ഏറിയൻ ദുരുപദേശമാണ്. മോഡലിസ്റ്റുകാര് മോഡലിസത്തിന്റെ കാര്യമാണ് യേശുവിൻ നാമക്കാർ പറയും. ഇതെല്ലാം പണ്ടേ എഴുതി തള്ളിയ കാര്യങ്ങളാണ് സഭ. അപ്പോൾ ഉപദേശ രൂപം എന്ന് പറയുന്നത് നവീകരണത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന് ഈവാഞ്ചലിക്കൽ ബാപ്റ്റിസ്റ്റ് ഉപദേശമുണ്ടായി. അത് ആ ഒരു ഉപദേശത്തിന്റെ ബാലൻസ് ആയിട്ടാണ് നമ്മൾ ഈ കൃപാവരങ്ങളുടെ ഉപദേശം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പൊ കൃപയാലുള്ള വീണ്ടെടുപ്പ്, വിശ്വാസത്താലുള്ള നീതീകരണം, ഓക്കെ, അതിന്റെ കൂടെ വിശ്വാസ സ്നാനം, ബാപ്റ്റിസ്റ്റുകാർ വന്നു കഴിഞ്ഞപ്പോൾ വിശ്വാസ സ്നാനം, ഓക്കെ. ശുശ്രൂഷകളെ സംബന്ധിച്ച് കൃപാവരങ്ങളാലുള്ള ശുശ്രൂഷ, പെന്തക്കോസ്ത് വന്നു കഴിഞ്ഞപ്പോൾ കൃപാവരങ്ങളാലുള്ള ശുശ്രൂഷകൾ. അപ്പൊ ഉപദേശത്തിന് ഒരു ട്രാക്ക് ഉണ്ട്. ഇത് എവിടെന്നെങ്കിലും ഇടയ്ക്ക് വലിച്ചു കയറ്റി എനിക്ക് തോന്നുന്ന പോലെ പറയാൻ പറ്റത്തില്ല. തോന്നുന്നത് പോലെ പറയാൻ പറ്റാത്തതുപോലെ ഒരു ട്രഡീഷണൽ ഓർത്തഡോക്സി ഈ ഈവാഞ്ചലിക്കൽ വ്യൂവിലുണ്ട്. ആ വ്യൂ അനുസരിച്ച് വരുന്നതാണ് നമുക്ക് ഏറ്റവും സേഫ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഉറപ്പുള്ള ഒരു അടിസ്ഥാനത്തിന്മേൽ നിർത്തും. അതെന്തുകൊണ്ട് എന്ന് എന്നോട് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും, നമ്മൾ ഒരു ഉപദേശം ഞാൻ സ്വന്തമായിട്ട് സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ
അതിന്റെ ഇംപ്ലിക്കേഷൻ എവിടെയെല്ലാം ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അതിനുണ്ടെന്ന് അപകടം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. വേറൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം. നമ്മുടെ ഇടയിൽ വളരെയധികം ബഹുമാനിക്കപ്പെടുന്ന ഒരു ദൈവദാസനാണ് സാക്പുനൻ. ഈ സാക്പുനന്റെ പ്രസംഗങ്ങൾ എന്നെ വളരെയധികം ചെറുപ്പത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹം അത് കേൾക്കുന്നത്. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഞാൻ രക്ഷിക്കപ്പെട്ട ആദ്യം വായിക്കുന്നത്. ഏറ്റവും ആദ്യം ഞാൻ വായിച്ച പുസ്തകം അദ്ദേഹം എഴുതിയ 2 പുസ്തകങ്ങളാണ്. ഒന്ന് ഗോഡ് സെന്റേഡ് പ്രേയിങ്, മറ്റൊന്ന് ഗെയിനിങ് ഗോഡ്സ് അപ്രൂവൽ. ഈ 2 ബുക്കുകളാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്റെ ഡിഗ്രി ക്ലാസ്സിൽ 2ാം വർഷം ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ മേശപ്പുറത്ത് 2 ബുക്കുകൾ, ഒന്നിനൊരു പച്ച കളറും മറ്റൊന്നിന് ഒരു ബ്രൗൺ കളറുമുള്ള 2 ബുക്കുകൾ മാസങ്ങളോളം എന്റെ മുമ്പിലുണ്ടായിരുന്നു. ഞാൻ തിരിച്ചും മറിച്ചും പല പ്രാവശ്യം വായിച്ചാണ്. എനിക്ക് അന്ന് തൊട്ടേ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും പുസ്തകങ്ങളും ഒക്കെ ഇഷ്ടമായിരുന്നു. പക്ഷെ കാലക്രമത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, വളരെ ചെറുത് എന്ന് തോന്നാവുന്ന ഒരു ദുരുപദേശം, അതായത് യേശു ക്രിസ്തുവിന്റെ പെക്കബിലിറ്റി, ഇംപെക്കബിലിറ്റി, ഈ വിഷയത്തെക്കുറിച്ച്. അതെ, ഞാൻ ഇതിനെ കൂടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഞാൻ ഇതിന് അവസാനം പറയാം. യേശു ക്രിസ്തുവിന് പാപം ചെയ്യുവാൻ പറ്റുമായിരുന്നോ എന്നുള്ളൊരു ചോദ്യം. അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യകാലങ്ങളിൽ, പ്രസംഗത്തിന്റെ ആദ്യകാലങ്ങളിൽ, സത്യം പറഞ്ഞ ഞാൻ ബ്രദർ സാക്കിന് വേണ്ടിയും കൂടെയാണ് ഞാൻ ഈ പ്രസംഗം പ്രസംഗിക്കുന്നത്. എന്റെ കാരണം പുള്ളി കേൾക്കാൻ വേണ്ടിയല്ല, അദ്ദേഹം അത്രയും നല്ലൊരു ശുശ്രൂഷ ചെയ്തിട്ട് ഈ ഒരു കാര്യത്തിൽ ഒരു മിസ്റ്റേക്ക് ആയി കിടക്കരുതെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് അത് തിരുത്താൻ ഞാൻ പരിശ്രമിക്കുന്നത്. അദ്ദേഹം ശുശ്രൂഷയുടെ ആദ്യകാലത്തിൽ ചില സ്വാധീനങ്ങളിൽ പെട്ടിട്ട് യേശു ക്രിസ്തു ഒരു ജഡം മനുഷ്യനായി വന്നെന്നും പാപം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടായിരുന്നെന്നും രാത്രി മുഴുവൻ ഇരുന്ന് കരഞ്ഞ് നിലവിളിച്ച് കഷ്ടപ്പെട്ട് ഒരു വിധത്തിൽ പാപം ചെയ്യാതെ രക്ഷപ്പെട്ടതാണെന്നും ഏത് സമയത്തും പോകാവുന്ന ഒരവസ്ഥയായിരുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അതിനെ നിങ്ങൾ വിചാരിക്കുമോ, അത് ശരിയല്ലോ, കാരണം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ ആവാൻ പറ്റുള്ളൂ. പാപം ചെയ്യാൻ യേശുവിന് പറ്റൂലായിരുന്നെങ്കിൽ പിന്നെ ഈ പരീക്ഷണങ്ങളെല്ലാം ആയിട്ട് സാത്താൻ പുറകെ നടന്ന് വെറുതെ അല്ലേ? അപ്പൊ ചുമ്മാ ഒരു ഡ്രാമയായിരുന്നു ഈ പരീക്ഷണങ്ങളെല്ലാം, പ്രലോഭനങ്ങളെല്ലാം. യേശുവിന് പാപം ചെയ്യാൻ പറ്റില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പിശാചിന്റെ അടുത്തേക്ക് കർത്താവിന് വേണ്ടിയിട്ട് പരീക്ഷിക്കാൻ പറഞ്ഞത്? പാപം ചെയ്യാൻ പറ്റിയല്ലെങ്കിൽ പറ്റിയല്ല, അത്രയല്ലേ ഉള്ളൂ. പിന്നെ എന്തിനാണ് പരീക്ഷിക്കുന്നത്? ന്യായമായിട്ടുള്ള ചോദ്യം അല്ലെ? അപ്പൊ ശരിക്കും പരീക്ഷിക്കപ്പെടാൻ, നടത്തപ്പെടണമെങ്കിൽ പാപം ചെയ്യാനൊരു പോസിബിലിറ്റി കൂടെ വേണ്ടേ? പക്ഷെ അവിടെ വലിയൊരു പ്രോബ്ലം ഉണ്ട്. ഒരു ലോജിക്കിലൂടെ ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. അതായത് യേശു ക്രിസ്തു ദൈവമാണ് എന്ന് നമ്മൾ കൺഫസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. ദൈവത്തിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പാപം ചെയ്യാൻ പറ്റത്തില്ല. ബൈ നേച്ചർ ഗോഡ് കനോട്ട് സിൻ. ഇനി യേശു ക്രിസ്തു പാപം ചെയ്തു എന്ന് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല, സങ്കല്പിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? ഗോഡ് സിൻഡ്. ഇനി വേറെ രീതിയിൽ ചിന്തിച്ചു നോക്കാം. അങ്ങനെ പറയണ്ട, യേശു ക്രിസ്തു പാപം ചെയ്തു എന്ന് പറയണ്ട, പാപം ചെയ്യാൻ സാധ്യത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു നോക്കിയേ. ജീസസ് കുഡ് ഹാവ് സിൻ. ഇനി ജീസസ് ഈസ് ഗോഡ്, അതുകൊണ്ട് ഗോഡ് കുഡ് ഹാവ് സിൻഡ്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അതിനകത്ത്? പ്രോബ്ലം ഉണ്ടോ? മുഴുവൻ പ്രോബ്ലമാണ്. എന്താ പ്രോബ്ലം? യേശു ക്രിസ്തുവിന് പാപം ചെയ്യാൻ പറ്റുമായിരുന്നു, പാപം ചെയ്തു പോകുമായിരുന്നു സൂക്ഷിച്ചില്ലെങ്കിൽ. യേശു ക്രിസ്തു ദൈവമാണ്. അപ്പോൾ ദൈവം പാപം ചെയ്തു പോയേനെ. എനി പ്രോബ്ലം വിത്ത് ദാറ്റ്? ഒൺലി പ്രോബ്ലം. അപ്പോൾ ത്രിത്വം ബ്രേക്ക് ആയി പോയേനെ. കാരണം യേശു ക്രിസ്തു ഇല്ല, ഇടയ്ക്ക് പോയി. പാപം ചെയ്തു പോയാൽ എന്ത് സംഭവിക്കും? അങ്ങനെ വരുമ്പോ നിത്യപുത്രനല്ല, നിത്യതയിൽ നമ്മളുണ്ടോ ഇല്ലയോ എന്നുള്ള പോട്ടെ, കർത്താവ് പോലും നിത്യതയിൽ ഇല്ലാതെ പോകുമായിരിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയാം നിത്യതയ്ക്ക് മാറ്റമില്ലെന്നും, അതുകൊണ്ട് തന്നെ ക്രിസ്തു ഇന്നലെ ഉണ്ടെങ്കിൽ ഇന്നും ഉണ്ട്, നാളെ ഉണ്ടെന്നും അത് ബ്രേക്ക് ആവാൻ പറ്റത്തില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ദൈവം അന്നും ഇന്നും എന്നും മാറ്റം വരാത്തവനാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ളൊരു പരീക്ഷണം? ശരിക്കും കർത്താവ് പാപം ചെയ്യുമോ എന്ന് അറിയാൻ വേണ്ടി അല്ല യേശു ക്രിസ്തുവിനെ സാത്താന്റെ അടുത്തേക്ക് വിട്ടത്. പാപം ചെയ്യൂല എന്ന് പിതാവിന് അറിയാമായിരുന്നു. പിന്നെ എന്തിനാണ് സാത്താന്റെ അടുത്തേക്ക് വിട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനു വേണ്ടിയാ? ലോകത്തിന്റെ പാപത്തെ ചുമക്കുവാൻ പാപം ചെയ്യാൻ പറ്റാത്ത, പാപമില്ലാത്ത ഒരാളാണ് കർത്താവ് എന്ന് കാണിച്ചു കൊടുക്കുമായിരുന്നു. ദാറ്റ് മീൻസ് യേശുവിനെ ടെസ്റ്റ് ചെയ്തത് പാപം ചെയ്യുമോ ഇല്ലയോ എന്ന് നോക്കാനല്ല, പാപം ചെയ്യുകയില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. മനസ്സിലായതിന്റെ ഡിഫറൻസ് എന്താണ്?
ഓക്കെ, ഞാൻ ഈ കസേര, ഇവിടെ കസേര ഇല്ലല്ലേ, ഞാൻ ഈ പുൾപിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നത് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയാണെന്ന് നിങ്ങൾ വിചാരിക്കുമായിരിക്കും, ഞാനൊരു മനുഷ്യനായതുകൊണ്ട്. പക്ഷെ കർത്താവാണ് ഇത് ലിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ എടുക്കാൻ പറ്റുമെന്ന് കാണിക്കാൻ വേണ്ടിയല്ലേ. ഇപ്പൊ ഞാൻ ശരിക്കും എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കുമായിരുന്നോ, അതോ എടുക്കാൻ പറ്റുമെന്ന് നിങ്ങളെ കാണിക്കുമായിരുന്നോ? പറ, എടുക്കാൻ പറ്റുമെന്ന് നിങ്ങളെ കാണിക്കുമായിരുന്നല്ലേ, ആണോ? അപ്പൊ കർത്താവ് ശരിക്കും പരീക്ഷിക്കപ്പെടുമ്പം പാപം ചെയ്യാൻ പറ്റില്ല, പാപം ചെയ്യില്ല എന്ന് തെളിയിക്കല്ലായിരുന്നോ? ഊനമില്ലാത്ത കുഞ്ഞാടാണ് അറുക്കപ്പെടേണ്ടത്, ഒരു ബ്ലെമിഷ് ഇല്ലാത്ത കുഞ്ഞാടാണ് അറുക്കപ്പെടേണ്ടത്. ഇത് ബ്ലെമിഷ് ഇല്ലാത്ത കുഞ്ഞാടാണ്, അവന്റെ ചിന്തകളിൽ പോലും പാപമില്ല, ഹീസ് വർത്തി ടു ബി മൈ സേവിയർ എന്ന് തെളിയിക്കല്ലായിരുന്നോ പരീക്ഷണത്തിന്റെ അർത്ഥം? അപ്പൊ അടുത്ത ചോദ്യം വരും, യേശുക്രിസ്തു ദൈവമാണ്, പാപം ചെയ്യാൻ പറ്റില്ലായിരുന്നു, നമ്മൾ മനുഷ്യരാണ്, നമ്മൾ പാപത്താൽ പിടിക്കപ്പെടുന്നവരാണ്, അങ്ങനെയെങ്കിൽ കർത്താവ് പാപത്തോട് എതിർത്ത് നിന്നവരെ നമുക്ക് എതിർത്ത് നിൽക്കാൻ പറ്റുമോ? കർത്താവ് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ ആയി മാറുന്നത് എങ്ങനെയാണ്? ഇതാണ് അടുത്ത ചോദ്യം. നിങ്ങൾക്ക് ചോദ്യം തോന്നിയോ? നിങ്ങൾക്ക് തോന്നിയില്ലെങ്കിൽ എനിക്ക് തോന്നി. അതിന്റെ ഉത്തരം ഇതാണ്, പാപത്തിൽ നിന്ന് എങ്ങനെ ജയിക്കാമെന്ന് കാണിച്ചു തന്ന എക്സാമ്പിൾ അല്ല കർത്താവ്, പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ച രക്ഷകനാണ്. അതാണ് കൺഫ്യൂഷൻ. ഇതൊക്കെ മനസ്സിലായി ഞാൻ പറഞ്ഞത്? പാപത്തിൽ നിന്ന് ഇങ്ങനെ ജയിക്കാൻ മോനെ എന്ന് ഓടിക്കാണിച്ച ആളല്ല കർത്താവ്, ആ പാപ ചെളിയിൽ നിന്ന് എന്നെ വലിച്ചു പൊക്കിയെടുത്ത രക്ഷകനാണ് കർത്താവ്. ഇവിടെയാണ് ആ കൺഫ്യൂഷൻ വരുന്നത്. ക്രിസ്തുവിന്റെ മൈൻഡ് ഉണ്ടാകണമെന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട് വിശുദ്ധീകരണത്തിലൂടെ ഓടുന്ന ഒരാളോടാണ് പറയുന്നത് യേശുവിനെ മാതൃകയാക്കാൻ. Only to a saved person you can say follow the Lord. പക്ഷെ ശരിക്കും നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നത് കർത്താവാണ്, നമ്മൾ അവനെ നോക്കി ഓടുവല്ല. So confessing that Jesus Christ is Lord and Savior. Savior എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? എന്നെ രക്ഷിക്കുന്ന, പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന. പാപത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് എക്സാമ്പിൾ കാണിക്കുന്നതല്ല. ഇപ്പൊ എക്സാമ്പിൾ കാണിക്കാന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എന്നെ ഒരുത്തൻ കയറ് കൊണ്ട് കെട്ടി വെച്ചിരിക്കുകയാണ്, അയാളെയും കെട്ടി വെച്ചിരിക്കുകയാണ്, രണ്ടുപേരും അപകടത്തിലാണ്. അപ്പൊ അയാൾ എനിക്ക് കാണിച്ചു തരികയാണ് ഈ കെട്ട് എങ്ങനെ അഴിക്കേണ്ടതെന്ന്. അയാൾ പോയി. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എക്സാമ്പിളാണ്. അപ്പൊ ഞാൻ അദ്ദേഹം കാണിച്ചു തന്ന പോലെ ഞാനും എന്ത് ചെയ്യണം? ഈ കെട്ട് അഴിച്ചെടുക്കണം, അല്ലെ? മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഇനി ഇങ്ങനെ ആലോചിച്ച് നോക്കിയേ, അദ്ദേഹം കെട്ടപ്പെട്ട ആളായിരുന്നില്ല, അദ്ദേഹം വന്ന് എന്റെ കെട്ട് അഴിച്ചു കളയുന്നു. ഏതാ നിങ്ങൾക്ക് റിയൽ ആയിട്ട് തോന്നുന്നേ? രക്ഷയായിട്ട് തോന്നുന്നേ? കർത്താവ് ഏത് ചെയ്തായിട്ടാ തോന്നുന്നേ? നിങ്ങൾ മിണ്ടണ്ട, പക്ഷെ ഞാൻ പറയാം, അവൻ എൻ്റെ കെട്ടുകളെ അഴിച്ചു കളയുകയായിരുന്നു. കാരണം അവൻ ശബത്തിനും കർത്താവായിരുന്നു, ന്യായപ്രമാണത്തിനും കർത്താവായിരുന്നു, അവനൊരു പാപമില്ലായിരുന്നു, അവൻ പാപ ജഡത്തിന്റെ സദൃശത്തിൽ വന്നു, പക്ഷെ പാപം ചെയ്തില്ല, പാപം എൻ്റെ ഹൃദയത്തിൽ പോലും ഉണ്ടായിരുന്നില്ല, പാപം ചെയ്യുമായിരുന്നുമില്ല. അവൻ എൻ്റെ എക്സാമ്പിൾ അല്ല, അവൻ എൻ്റെ രക്ഷകനാണ്. ആത്മാവിനെ തന്നിട്ടാണ് പറയുന്നത് നീ എൻ്റെ പിന്നാലെ വരാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ ആത്മാവിന് മാത്രമേ കർത്താവിനെ അനുഗമിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതെന്താണ്, ഈ ഒരു ഉപദേശത്തിന് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിനെ എക്സാമ്പിൾ ആയിട്ട് കാണുന്നു, രക്ഷകനായിട്ട് കാണുന്നു തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. എക്സാമ്പിൾ ആയിട്ട് കാണുമ്പം, ഇപ്പം എന്നോട് ഒരാൾ എന്ന് പറയുന്ന യൗവനക്കാരൻ വന്ന് പറയാണ്, പാസ്റ്ററെ എനിക്ക് ചില പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല, ഞാൻ എന്നാ ചെയ്യണം എന്ന് എന്നോട് ചോദിച്ചാൽ, ഞാൻ എക്സാമ്പിൾ ആണ് കർത്താവെങ്കിൽ ഞാൻ പറയുന്നത് എന്നായിരിക്കും അറിയോ? നീ ഒരു കാര്യം ചെയ്യ്, കർത്താവ് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി രാത്രി മുഴുവൻ കരഞ്ഞതാണ്, അതുപോലെ നീയും രാത്രി മുഴുവൻ ഇരുന്ന് കരയ്, ദൈവം നിന്നെ രക്ഷിക്കും. അപ്പൊ ഇവനെ രക്ഷിക്കുന്ന എന്തുവാ? അവന്റെ കരച്ചിൽ. അപ്പൊ രക്ഷിക്കപ്പെടാനുള്ള വഴി എന്താണ്? കരച്ചിൽ. നിങ്ങൾക്കറിയാമോ, ഞാൻ എപ്പോഴും പാടുന്ന ഒരു പാട്ടുണ്ട്, എല്ലാ പാട്ടിനും എനിക്ക് പാടാൻ അറിയത്തില്ലെങ്കിലും കഷ്ടപ്പെട്ട് പാടുന്ന ഒരു പാട്ടാണ്, പിളർന്നൊരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ. അതിനകത്ത് കൽപ്പന കാത്തിടുവാൻ ഒട്ടും പ്രാപ്തനല്ല ഞാൻ, വൈരാഗ്യമേറിയാലും കണ്ണുനീർ ചൊരിഞ്ഞാലും വന്നിടാ പാപനാശം എന്നൊരു ലൈൻ ഉണ്ട്. അപ്പം അതിനകത്ത് ഇംഗ്ലീഷ് പാടുമ്പോൾ ഇങ്ങനെ പറയുന്നത്, കുഡ് മൈ ടിയേഴ്സ് നോ റെസ്പൈറ്റ് നോ. എന്റെ ടിയേഴ്സിന് ഇടതടവില്ലാതെ പ്രവഹിച്ചാലും പാപത്തിന് പരിഹാരം ഉണ്ടാക്കാൻ മനുഷ്യന്റെ കണ്ണുനീരിന് സാധിക്കില്ല, യേശുവിന്റെ രക്തത്തിന് മാത്രമേ സാധിക്കുള്ളൂ.
അപ്പൊ പാപത്തിൽ നിന്ന് ജയിക്കാൻ വേണ്ടി ഞാൻ ക്രിസ്തുവിന്റെ മരണത്തോട് വിശ്വാസത്തിൽ ഐകമത്യപ്പെടുന്നതിന് പകരം ഞാൻ മരിച്ചു, ക്രിസ്തു അത്ര എന്നുള്ള വിശ്വാസത്തിലേക്ക് ഞാൻ വന്ന് രക്ഷകനായ യേശുവിനെ അനുഭവിക്കുന്നതിന് പകരം ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയോ? യേശുവിനെ എക്സാമ്പിളായി സങ്കല്പിച്ച് ഞാൻ എൻ്റെ പ്രവൃത്തികളെയും എൻ്റെ കരച്ചിലിനെയും ട്രസ്റ്റ് ചെയ്യുകയാണ്. ഇന്ന് പല വിശ്വാസികൾക്ക് സംഭവിച്ചിട്ടുള്ള അപകടമാണ് സ്വന്തം കരച്ചിലിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ എന്തെങ്കിലും പാപം ചെയ്യും, എന്നിട്ട് ഇന്ന് അങ്ങ് കരയും, എന്നിട്ട് ഉള്ളിൽ എന്താ ചിന്തിക്കുന്നത്? കരഞ്ഞോണ്ട് കർത്താവ് ഓക്കെയാണ്. അത് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. നിങ്ങൾ എത്ര കരഞ്ഞാലും ഈ കരച്ചിലിന് പാപമോചനം വരുത്താൻ പറ്റത്തില്ല. ഇന്ന് പെന്തക്കോസിലും സാധാരണ എല്ലാ സഭയിലുള്ള വിശ്വാസികൾക്ക് ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയാണ്, ഞാൻ പാപമൊക്കെ ചെയ്തതാണ്, പക്ഷെ അതിനുശേഷം ഇരുന്ന് നല്ലപോലെ കരഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കർത്താവ് ക്ഷമിച്ചു കാണും. ചില ആൾക്കാര് പാപം ചെയ്യുന്നതിന് മുമ്പേ കരഞ്ഞോണ്ടാ പാപം ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കരയവര് കരഞ്ഞോണ്ട് പാപം ചെയ്യും, നിവൃത്തിയില്ലാതെ ചെയ്യുന്ന. കർത്താവ് ക്ഷമിച്ചോ? കണ്ണുനീരിന് പാപത്തെ കഴുകാനുള്ള കപ്പാസിറ്റി ഇല്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് മാനുഷികമായ ഒരു ചിന്തയാണ് നമ്മൾ കരഞ്ഞാൽ ഓക്കെയാന്ന്. എവിടെയാ നമ്മൾ കരഞ്ഞാൽ ഓക്കെയാന്ന് പറഞ്ഞത്? യേശുക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ രക്തത്താൽ അല്ലാതെ പാപത്തിന് പരിഹാരമില്ല. നമ്മൾ അവന്റെ യാഗത്തിലല്ലാതെ നമ്മുടെ പാപങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. ഒരു വേദന ഇല്ലാതെ, രക്തച്ചൊരിച്ചിലില്ലാതെ ഒരു പാപവും പരിഹരിക്കപ്പെടുന്നില്ല. It is only on the cross that we are forgiven. It is only by the blood that we are cleansed. അതുകൊണ്ട് കരഞ്ഞ് രക്ഷപ്പെടാമെന്ന് ആരും വിചാരിക്കേണ്ട. അപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിശുദ്ധീകരണത്തിനുള്ള വഴി രക്ഷകനുള്ള വിശ്വാസത്തിന് പകരം എവിടെ കൊണ്ടുപോയി വെച്ചു? മനുഷ്യന്റെ കരച്ചിലും അല്ലെ മാനുഷികമായ പ്രവൃത്തികളിലും കൊണ്ടുപോയി വെച്ചു. ഒരുപക്ഷെ പുറമേ നോക്കി കഴിയുമ്പോൾ ഇതൊരു വലിയ അപകടമായിട്ട് തോന്നുന്നില്ല എങ്കിലും ഇത് അനേകം ആളുകളെ ഭയമുള്ളവരാക്കി മാറ്റുകയും രക്ഷയുടെ ഉറപ്പെടുത്ത് കളയുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഉപദേശവും. പ്രത്യാശ നഷ്ടപ്പെടുത്തിയ ഒരു വലിയ വിഭാഗം ഇന്ന് എല്ലാ സഭകളിലും ഉണ്ട്. അതിന് കാരണം ഈ പാളിച്ചകളാണ്, അതായത് ഉപദേശപരമായ പാളിച്ചകൾ. അതുകൊണ്ട് ഞാൻ ആലോചിക്കായിരുന്നു, ഈ ട്രഡീഷണൽ ഇവാഞ്ചലിക്കൽ ഓർത്തഡോക്സി നമ്മളെല്ലാം വിശ്വസിക്കുന്ന അതിലാണ്. ശരിക്കും പെന്റക്കോസ്റ്റൽ കൺഫെഷൻ അത് തന്നെയാണ് ബേസിക്കലി. ഇപ്പം അമേരിക്കയിലെ അസംബ്ലി ഓഫ് ഗോഡിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ശരിക്കും ഒരു ബേസിക് ഇവാഞ്ചലിക്കൽ കൺഫെഷൻ ചെയ്തിരിക്കുന്നത്. കൃപയാലുള്ള വീണ്ടെടുപ്പ്, വിശ്വാസത്താലുള്ള വീണ്ടെടുപ്പ്. നിങ്ങൾക്ക് അത് ഫുൾ ലൈഫ് സ്റ്റഡി ബൈബിളിൽ കിട്ടും. ഫുൾ ലൈഫ് സ്റ്റഡി ബൈബിൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ അതിനകത്ത് ഈ കൺഫെഷൻസ് എല്ലാം ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് നമ്മുടെ ഫൗണ്ടേഷൻ. ആ ക്രിസ്തു എന്ന ഫൗണ്ടേഷനിൽ നമ്മൾ ഉറപ്പിക്കപ്പെട്ടില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വഞ്ചിക്കപ്പെടും അന്ത്യകാലത്തുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ ഒരു മനുഷ്യനെ ഗുരുവായി കാണരുത്, ഒരു മനുഷ്യന്റെ പിന്നാലെ പോകരുത്. ഇതെല്ലാം ഇന്ന് സഭകളെ നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മാനുഷികമായ ആലോചനകളെല്ലാം വിട്ടിട്ട് നമ്മൾ അനുതപിച്ച് ക്രിസ്തുവിന്റെ ആത്മാവിന് അവസരം കൊടുത്താൽ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഞാൻ ഒരു കാര്യം പിന്നെ പറയാന്ന് പറഞ്ഞതാണ്. ബ്രദർ സാക്ക് എന്റെ ഒരു ചെറിയ ഓഡിയോ ക്ലിപ്പ് എനിക്ക് ഒരിക്കൽ അയച്ചു തന്നു. അദ്ദേഹം അതിനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു കാലത്ത്, എനിക്ക് വിവരമില്ലാതിരുന്ന കാലത്ത് ഞാൻ യേശുവിന്റെ ദൈവത്വത്തെ കുറിച്ചൊക്കെ അത് പലതും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്കത് അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞാണ് എന്ന് അദ്ദേഹം കൺഫസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറയുകയും ചെയ്തു. എന്റെ കൂടെ എന്റെ കയ്യിൽ ആ ക്ലിപ്പ് ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, യേശു ക്രിസ്തു പാപം ചെയ്യുമായിരുന്നുവെങ്കിൽ തൃത്വം ബ്രേക്കായി പോകുമായിരുന്നു. അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. ഞാനന്ന് പറഞ്ഞത് എന്റെ ചെറുപ്പകാലത്ത് പറഞ്ഞു പോയതാണ് എന്ന്. അങ്ങനെ ഒരു തൃത്വം ബ്രേക്കാവുന്ന ഒരു പോസിബിലിറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല എന്ന് അദ്ദേഹം പറയുന്ന ഒരു മിനിറ്റ് ക്ലിപ്പ് എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അത് മാറ്റി, ദൈവത്തിന് സ്തോത്രം. കാരണം അദ്ദേഹത്തെ ദൈവം കണ്ടതായതുകൊണ്ട് അദ്ദേഹത്തിന് അത് മാറ്റാൻ കഴിഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാൻ, അനുയായികൾക്ക് അത് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവരിപ്പോഴും അതിന്റെ പിന്നാലെ നടക്കുകയായതുകൊണ്ട് ഇത് തിരുത്തപ്പെടേണ്ടത് ഒരു ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇത് സാക് ബ്രദറിനോട് കൊണ്ട് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാനിത്. കാരണം അദ്ദേഹം തിരുത്തിയ തിരുത്ത്, അത് തിരുത്താൻ പറ്റുന്ന വലിയൊരു കൃപയാണ്. കുറെ പ്രസംഗിച്ച ശേഷം ഞാൻ പറഞ്ഞ തെറ്റായിരുന്നു പറയണമെങ്കിൽ അത് ഭയങ്കരമായ ധൈര്യവും ബ്രോക്കൺനെസ് ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഐ അപ്രീഷിയേറ്റ് ഹിം ഫോർ ദാറ്റ്. അത് പക്ഷേ ഈ അനുഗാമികളുടെ ഇടയിലോട്ട് ഇറങ്ങിയിട്ടില്ല. കുറെ കഴിയുമ്പം രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് ഈ വിശ്വാസികൾക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അതിന്റെ പ്രോബ്ലം. നമ്മൾ ആരെ അനുഗമിക്കുന്നു, ഏത് ടീച്ചറിനെ അനുഗമിക്കുന്നുള്ളതല്ല, ക്രിസ്തുവിലേക്ക് നമ്മൾ എത്തിക്കുന്നില്ലെങ്കിൽ നമ്മളെല്ലാം പൊളിഞ്ഞു എന്നാണ് ഇതിന്റെ ചുരുക്കം. അതായത് സഭകൾക്ക് ഇന്ന് സംഭവിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരൊറ്റ വാക്യത്തിൽ പറയുകയാണെങ്കിൽ ഇതാണ്: കർത്താവ് ഇല്ലാതെ പോയി, മനുഷ്യരെ ആശ്രയിച്ചു, മനുഷ്യരുടെ അഭിഷേകത്തിൽ വിശ്വസിച്ചു, മനുഷ്യരുടെ നീതിയിൽ വിശ്വസിച്ചു. ചില ആളുകളൊക്കെ സ്റ്റേജിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പേടി തോന്നും. പണ്ടൊരു മനുഷ്യൻ പ്രസംഗിച്ച് ഇങ്ങനെയാണ്, ഞാൻ ഒരു പാപവും ചെയ്യാതെയാണ് ജീവിക്കുന്നത്. ഇന്നലെ ഒരാൾ അങ്ങനെ പറഞ്ഞു, ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ല. അതാരാ ഞാൻ പറയല, പക്ഷെ മറ്റേ ആളും ഒരു ശുശ്രൂഷകനാണ്, ഇദ്ദേഹം ഒരു ശുശ്രൂഷകനല്ല. ഞാനൊരു പാപവും ചെയ്യാതെയാണ് ജീവിക്കുന്നത്. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന്റെ ജീവിതം പരിശോധിച്ചപ്പോൾ ഒരു പാപവും കാണാനില്ല. കാരണം നിങ്ങൾ എന്റെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കി, ഒരു പാപവും നിങ്ങളും കാണുകയില്ല. അതൊക്കെ കാണുന്ന ഒരാൾ ഇതേ ഫ്രണ്ട് ഇരിപ്പുണ്ട്. അതാർക്കും കാണാൻ പറ്റത്തില്ല. നമ്മൾ നോക്കുമ്പോൾ ഇവരെല്ലാം ഭയങ്കര വിശുദ്ധന്മാരാണ് നമ്മൾ കാണുന്നത്.
അപ്പൊ ഞാൻ വീട്ടിൽ പോയാലും ഞാനിങ്ങനെ ആലോചിക്കും, എന്റെ കർത്താവ് ആ മനുഷ്യൻ ഒരു പാപം ചെയ്യാതെ. ശരിയാണ്, അയാൾ നല്ല മനുഷ്യൻ, എനിക്ക് അങ്ങനെ ആവാൻ പറ്റുന്നില്ല. അപ്പം ഈ പെർഫെക്റ്റ് അല്ലാത്തവരൊന്നും സ്വർഗത്തിൽ പോയില്ലെങ്കിൽ ഞാൻ പോയല്ലോ, എന്റെ പ്രത്യാശയുടെ മേലില് ഒരു വലിയ ബോംബ കൊണ്ടുപോയിട്ടത്. പക്ഷെ അദ്ദേഹത്തിന്റെ മിസ്റ്റേക്സുകൾ അദ്ദേഹം കാണാതെ പോയതാണ്. നമ്മുടെ എല്ലാവരും നമ്മളൊരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പൊളിഞ്ഞ് നിലവിളിക്കും, എല്ലാം പോക്കാണ്, ക്രിസ്തു അല്ലാതെ യോഗ്യനായി ആരുമില്ല. ആ കർത്താവ് നമ്മുടെ ഉള്ളിലുള്ളതാണ് നമ്മുടെ രക്ഷ. അവൻ നമ്മുടെ നീതിയും വിശുദ്ധിയും തേജസ്സും വാഗ്ദത്തങ്ങളും വീണ്ടെടുപ്പും ആയി മാറുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. നമ്മൾ ശരിക്കും കർത്താവിന്റെ ആത്മാവിന്റെ വെളിച്ചത്തിൽ കണ്ടാൽ മാത്രമേ നമ്മൾ പാപികളാന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലെ ലോകത്തിലുള്ളത് മുഴുവൻ പാപികളാന്ന് നമുക്ക് മനസ്സിലാവും, നമ്മുടെ കാര്യം മാത്രം മനസ്സിലാവില്ല. ഇതാണ് ഇന്ന് നമ്മുടെ സഭകൾ നേരിടുന്ന പ്രശ്നം. കർത്താവിനെ വിട്ടിട്ട്, നല്ല കിണറിനെ, ശുദ്ധജലം ഉണ്ടാകുന്ന കിണറിനെ വിട്ടിട്ട്, ജീവജലത്തിന്റെ ഉറവെ വിട്ടിട്ട് പൊട്ടക്കിണറുകളെ ആശ്രയിച്ച്, എന്നെ പോലുള്ള പൊട്ടക്കിണറുകളെ ആശ്രയിക്കുന്ന ജനമാണ് ഇന്ന് വഞ്ചിക്കപ്പെട്ടുള്ളതെന്ന് എനിക്ക് കാണാൻ പറ്റും. നമ്മളിലെല്ലാം ക്രിസ്തുവിന്റെ ജീവന്റെ നീരുറവ പുറപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മൾ ജീവനെ പ്രാപിക്കുന്നവരായി മാറുകയുള്ളൂ. എൻ്റെ ഉള്ളിൽ ആ കർത്താവിന്റെ ജീവൻ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കൃപയാണ് എന്ന് എനിക്കറിയാം. അത് പ്യുവർ ഗ്രേസ് ആണ്. എന്നോട് കരുണ കാണിക്കേണ്ട ഒരു കാര്യവും കർത്താവിനുണ്ടായിരുന്നില്ല. ഞാൻ നരകത്തിൽ പോകേണ്ട ഭാവിയായിരുന്നു. ഇപ്പോൾ പണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ച ഒരു പ്രാർത്ഥനയാണ്. പ്യൂരിറ്റൻസിന്റെ കാലഘട്ടത്തിൽ അവരെഴുതിയ ഒരു പ്രാർത്ഥന. അന്നത്തെ കാലത്ത് ഭയങ്കര ബ്രോക്കൺനെസ് ഉണ്ടായിരുന്നു. ഞാൻ വലിയ ആളാന്ന് അവർ ഒരിക്കലും പറയലായിരുന്നു. ഈ ഉണർവിന്റെ കാലത്ത് അന്ന് അവരെ പറഞ്ഞ ഒരു വാക്യം ഇങ്ങനെയായിരുന്നു: കർത്താവേ, ഇന്ന് വരെ ഞാൻ ചെയ്ത എല്ലാ പാപവും നീ ക്ഷമിച്ചിട്ട് ഇപ്പോൾ ഞാൻ നിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന നീ ശരിക്കൊന്ന് ശ്രദ്ധിച്ചാൽ അത് മതി എന്നെ നരകത്തിൽ വിടാൻ മാത്രമുള്ള സ്വാർത്ഥത നിനക്ക് കണ്ടുപിടിക്കാൻ. അത്ര പോക്കാം നമ്മൾ. പക്ഷെ നമ്മൾ രക്ഷപ്പെടും, നോട്ട് ബിക്കോസ് വി ആർ ഗുഡ്, ബട്ട് ബിക്കോസ് വി ഹാവ് എ സേവിയർ. ഈ വിശ്വാസത്തിലേക്ക് നമ്മൾ വന്നാൽ നമ്മൾ ധൈര്യമുള്ളവരായിരിക്കും. ആ അടിസ്ഥാനത്തിലേക്ക്, ഞാനല്ല ക്രിസ്തു അത്ര എന്നുള്ള ഫെയ്ത്തിനാൽ അവൻ നമ്മൾ എങ്ങനെ അവന്റെ സ്വഭാവമുള്ളവരാക്കി മാറ്റാൻ കഴിവുള്ള ദൈവത്തെ നമ്മൾ ആശ്രയിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ആ ട്രാക്കിലേക്ക് കയറാൻ പറ്റുന്ന. ആ ഒരു അടിസ്ഥാനത്തിലേക്ക് നമ്മൾ വീണാൽ നമ്മളെ തകർത്ത് കളയാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. അടിസ്ഥാനത്തിന്മേൽ വേറൊരു അടിസ്ഥാനം ഇടാനും ആരെക്കൊണ്ട് സാധിക്കില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ വേറൊരു പ്രസംഗവും നിങ്ങൾക്ക് ദഹിക്കുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഈ പറയുന്നവനും പോക്കാണ്, ഞങ്ങളും പോക്കാണ്. രക്ഷപ്പെടാൻ യേശുക്രിസ്തു അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അത് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ, ആ കർത്താവ് നമ്മുടെ രക്ഷകനായി നമ്മുടെ ഹൃദയത്തിൽ ജീവനായി വസിക്കുന്നു എന്നറിയുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ ദൈവത്തെ സ്തോത്രം ചെയ്യാം. കാരണം ആ രക്ഷ ക്രിസ്തു തന്നെയാണ്. ആ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നശിച്ചു പോവുകയില്ല, നമ്മൾ നിത്യജീവനെ പ്രാപിക്കും. നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന രക്ഷയ്ക്കായി നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് മാത്രം യോഗ്യൻ. കർത്താവെ, ഞങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഒന്നുമില്ല, ഞങ്ങൾ ദരിദ്രരായി അങ്ങനെ മുമ്പ് നിൽക്കുന്ന കർത്താവെ, അങ്ങുമായി താരതമ്യപ്പെടുത്തുമ്പോൾ, സ്വർഗത്തിന്റെ നിലവാരവുമായി നോക്കുമ്പോൾ ഞങ്ങളുടെ ഓട്ടം എല്ലാം വെറുതെയാണ്. കർത്താവ്, ഞങ്ങൾ പലപ്പോഴും മനുഷ്യരെ നോക്കിയിട്ടാണ് ഞങ്ങൾ ഭേദമാണെന്ന് തോന്നുന്നത്. പക്ഷെ കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ നിന്ന് കർത്താവെ, ഞങ്ങൾ ഒന്നുമില്ലെന്ന് തിരിച്ചറിയും. ഞങ്ങളുടെ ബ്രോക്കൺനെസ് കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ വെറും ഒന്നുമില്ലാത്തവരായി, ഒരു യോഗ്യതയുമില്ലാത്തവരായി നിൽക്കുമ്പോൾ കർത്താവെ, സകല മഹത്വവും കുഞ്ഞാടിനുള്ളതാണ്. ഞങ്ങൾക്ക് വിശ്വാസം തന്നതിന്, ഞങ്ങളെ രക്ഷിച്ചതിന്, ഞങ്ങൾ കഴിഞ്ഞു പോകാത്ത വാഗ്ദത്തങ്ങൾ തന്നതിന് കർത്താവ് ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിലേക്ക് ഞങ്ങളെ രക്ഷിച്ച കർത്താവെ, അങ്ങേ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പുത്രന്റെ സ്നേഹനിധിയായ, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ഞങ്ങളെ ആക്കി വെച്ച കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.